കഥയാരംഭിക്കുന്നത് സൂര്യ എന്ന പയ്യനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. സൂര്യയുടെ കുടുംബത്തിന് അവൻ മുഴുവൻ എപ്പോഴും തലവേദനയായിരുന്നു. വലിയ ദേഷ്യക്കാരനാണ്. ഒരു കാര്യവുമില്ലാതെ എപ്പോഴും ഇടിയുണ്ടാക്കും. ദേഷ്യം വന്നാൽ അവന് സ്വയം കൺട്രോൾ ചെയ്യാനേ സാധിക്കില്ല. ആയിടയ്ക്കാണ് അവന്റെ അമ്മയ്ക്ക് മാരകമായൊരു രോഗം പിടിപ്പെടുന്നത്. അധികകാലം താൻ ജീവിക്കില്ല എന്നറിഞ്ഞ അമ്മ മക്കളെ വിവരമറിയിക്കുന്നതിന് മുമ്പ് താൻ ആഗ്രഹിക്കുന്ന പോലെ നല്ല രീതിയിൽ അവർ വളർന്നു വരുവാൻ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുവാൻ ആരംഭിച്ചു. തന്റെ മൂത്ത മകളെ അതിനുവേണ്ടി അവർ പാചകം പഠിപ്പിച്ചു. ഭദ്ര എന്നായിരുന്നു സൂര്യയുടെ ചേച്ചിയുടെ പേര്. അമ്മ ഛായാദേവി. സൂര്യയെപ്പോലെ തന്നെ ഏറെ ധൈര്യമുള്ള സ്ത്രീയായിരുന്നു ഛായാദേവി. ഛായാദേവിക്ക് ഒരു സഹോദരനുണ്ട്. മദ്യപിച്ച് എപ്പോഴും വീട്ടിൽ പ്രശ്നമുണ്ടാക്കുകയും ഭാര്യയെ തല്ലുകയും ചെയ്യുന്ന ഒരു വ്യക്തി. കൃത്യമായി പറഞ്ഞാൽ സൂര്യയുടെ കൊച്ചച്ഛൻ അയാളുടെ ഭാര്യയെ കൊണ്ട് തന്നെ അയാൾക്കെതിരെ പരാതി കൊടുപ്പിച്ച് അറസ്റ്റ് ചെയ്യിപ്പിച്ചതും ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയും എന്ന് പ്രോത്സാഹനം നൽകി അയാൾ തിരിച്ചു വരുന്നതിനു മുമ്പ് അയാളുടെ ഭാര്യയെയും തന്റെ മരുമകളെയും മറ്റൊരു നാട്ടിലേക്ക് പറഞ്ഞയച്ചതും ഇതേ ഛായാദേവിയായിരുന്നു. മരുമകളുടെ കാര്യം പറഞ്ഞല്ലോ. മരുമകളുടെ പേര് കല്യാണി എന്നാണ്. എല്ലാവരും കല്ലു എന്ന് വിളിക്കും. സൂര്യയ്ക്ക് കല്ലു എന്നാൽ ജീവനായിരുന്നു. ചെറുപ്പം തൊട്ടേയുള്ള പ്രണയം. പക്ഷേ എല്ലാവരോടും ഇടിയുണ്ടാക്കുന്ന വലിയ തോതിൽ ദേഷ്യപ്പെടുന്ന സൂര്യയാണെങ്കിൽ കല്ലുവിനത്രക്കിഷ്ടവുമല്ല. ജയിലിൽ നിന്ന് പുറത്തു വന്ന ദിവസം ഛായാദേവിയുടെ സഹോദരൻ തന്റെ ഭാര്യയെയും മകളെയും ഛായാദേവി എങ്ങോട്ടോ പറഞ്ഞുവിട്ടു എന്നറിഞ്ഞു വന്ന് വീടിനു മുമ്പിൽ ബഹളമുണ്ടാക്കി. ഒച്ചയുണ്ടാക്കിയ അയാളെ താനുമായി ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് ഛായാദേവി പറഞ്ഞയച്ചെങ്കിലും അയാളെ ഛായാദേവി അടക്കം അപമാനിച്ച് സംസാരിച്ചിരുന്നു. ഉറങ്ങാൻ കിടന്നിരുന്ന സൂര്യ അത് കേട്ടു. മുൻവശത്തു കൂടെ വീടിനകത്ത് വന്ന് നോക്കിയ ഛായാദേവിയും ഭർത്താവും കണ്ടത് അയാളെ ആക്രമിക്കാൻ പിൻവഴി ഇറങ്ങിപ്പോയ സൂര്യയായിരുന്നു. അന്നായിരുന്നു സൂര്യ എത്രമേൽ ദേഷ്യപ്പെടുന്നവനാണ് എന്ന് ഛായാദേവി നേരിട്ട് മനസ്സിലാക്കുന്നത്. അന്നു മുതൽ ഛായാദേവി മകനെ ദേഷ്യപ്പെടാതിരിക്കുവാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുവാൻ ആരംഭിച്ചു. പക്ഷേ അങ്ങനൊന്നും സൂര്യയ്ക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ സാധിക്കില്ലെന്ന് കണ്ടതും ഛായാദേവി ഒരു തന്ത്രം പ്രയോഗിച്ചു. ആഴ്ചയിലെ 7 ദിവസങ്ങളും ഭിത്തിയിലെഴുതി ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ അവൻ ദേഷ്യപ്പെടാൻ പാടുള്ളൂവെന്നും അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ദേഷ്യം പിടിച്ചുവെക്കണം. എന്നോട് വന്ന് ചോദിച്ചാൽ ഞാൻ അനുവാദം തന്നാൽ മാത്രമേ ദേഷ്യപ്പെടാൻ പാടുള്ളൂ എന്ന തരത്തിലൊരു പ്രതിജ്ഞ മകനിൽ നിന്ന് വാങ്ങി. അതിൽ പിന്നെ സ്കൂളിലും മറ്റുമായി ഓരോ ദിവസവും പ്രശ്നമുണ്ടാവുമെങ്കിലും അപ്പോൾ തിരിച്ചടിക്കാതെ പ്രശ്നങ്ങൾ അമ്മയ്ക്കടുത്ത് വന്ന് താനിന്ന് അവനെ അടിച്ചോട്ടെ, ഇന്ന് ദേഷ്യപ്പെട്ടോട്ടെ എന്ന തരത്തിൽ സൂര്യ അമ്മയ്ക്കടുത്ത് വന്നു ചോദിക്കും. ഓരോ ദിവസവും ഇന്നല്ല ആ ദിവസം എന്ന് പറഞ്ഞ് അമ്മ ഭിത്തിയിലെഴുതിയിരുന്ന ദിനങ്ങൾ വെട്ടിക്കൊണ്ടിരുന്നു. തിങ്കളാഴ്ച, ബുധനാഴ്ച, ഞായറാഴ്ച അങ്ങനെ ഓരോ ദിവസങ്ങളും വെട്ടിമാറ്റപ്പെട്ടു. പക്ഷേ ദേഷ്യം നിയന്ത്രിക്കാൻ അവൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോ അവൻ കഷ്ടപ്പെട്ട് പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ഹിന്ദിയിലെ ഒരു പാഠഭാഗം കാണാപ്പാഠം പഠിച്ച് ആവർത്തിച്ചത് ചൊല്ലിക്കൊണ്ടിരിക്കുവാൻ അമ്മ അവനോട് ആവശ്യപ്പെട്ടു. അതിൽ പിന്നെ ദേഷ്യം വരുമ്പോൾ അത് പിടിച്ചു നിർത്താൻ അവനത് ചെയ്യാൻ തുടങ്ങി. ഒടുവിൽ ഭിത്തിയിൽ വെട്ടപ്പെടാത്തതായി അവശേഷിച്ചത് ശനിയാഴ്ച എന്ന ദിവസം മാത്രമായിരുന്നു. കാര്യങ്ങൾ നല്ല രീതിയിൽ അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. എന്നിരുന്നാൽ തന്നെയും ശങ്കരം എന്ന സൂര്യയുടെ അച്ഛന് ആഴ്ച മുഴുവൻ ഒളിപ്പിച്ചു വെക്കുന്ന, ഒതുക്കി വെക്കുന്ന ദേഷ്യം ഒരു ദിവസം മാത്രം അവൻ പുറത്തെടുത്ത എന്തുണ്ടാവുമെന്ന എനിക്കറിയാത്തത് എന്ന തരത്തിൽ ആശങ്കയുണ്ടായിരുന്നു. ഛായാദേവിയോടും ശങ്കരം അത് പറഞ്ഞപ്പോ ഛായാദേവിക്കും എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നി. അന്ന് രാത്രിയിൽ മകനെ അടുത്തിരുത്തി മടിയിൽ കിടത്തിക്കൊണ്ട് യഥാർത്ഥ ദേഷ്യം എന്താണെന്നറിയാമോ മോനെ എന്ന തരത്തിൽ അവർ പറയാൻ ശ്രമിക്കുമ്പോഴേക്കും അത് കേൾക്കുന്നതിന് മുമ്പേ അവൻ ഉറങ്ങിപ്പോയിരുന്നു. പക്ഷേ അന്ന് തന്റെ അമ്മ മരണപ്പെടും എന്ന് സൂര്യ ഒരിക്കലും വിചാരിച്ചിരുന്നതല്ല. അമ്മ പറയാനിരുന്ന ആ വാക്കുകൾ അവന് കേൾക്കാനും സാധിച്ചില്ല. അടുത്ത ദിവസം ശനിയാഴ്ചയായിരുന്നു. അമ്മയുടെ ഫ്യൂണറൽ ചടങ്ങുകൾ നടക്കുന്ന ദിവസം. ഏവരും ദുഃഖത്തിലിരിക്കുന്ന സമയം ഛായാദേവിയുടെ അനിയൻ പ്രശ്നക്കാരൻ കള്ളുകുടിയൻ അങ്ങോട്ടേക്ക് വന്നു. അയാളുടെ ഭാര്യയെയും മകളെയും ഛായാദേവി എങ്ങോട്ടേക്കാണ് അയച്ചത് എന്ന് ആർക്കും അറിവുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്നോട് പറയാതെ അവർ നീ അയച്ചുവെന്ന് പറഞ്ഞ് നീ എങ്ങനെ മരിക്കുമെന്ന് പറഞ്ഞ് അയാൾ അവിടെ ബഹളം കൂട്ടി. ഛായാദേവിയെ മരിച്ച വ്യക്തിയെന്ന് പോലും നോക്കാതെ തെറിവിളിക്കുകയും അശ്ലീല വാക്കുകൾ പറഞ്ഞ് അപമാനിക്കുകയും ചെയ്തു. ചെരുപ്പിൽ തുപ്പി ചെരുപ്പ് ആ മൃതദേഹത്തിന്റെ ദേഹത്തേക്ക് വലിച്ചെറിഞ്ഞു. സൂര്യയ്ക്ക് വലിയ കോപം വന്നെങ്കിലും അമ്മയ്ക്ക് കൊടുത്ത വാക്കാലോചിച്ച് അവനാദ്യം ഒന്നും പ്രവർത്തിക്കാതെയിരുന്നു. മൃതദേഹത്തിന്റെ മുഖത്തെ ചെളി കഴുകിക്കളഞ്ഞു. പിന്നാലെ അവൻ അമ്മയോട് ചോദിച്ചു, അമ്മ ഇന്ന് ഞാൻ ദേഷ്യപ്പെട്ടോട്ടെ? മരണപ്പെട്ട അമ്മ എങ്ങനെ മറുപടി പറയാനാണ്? അമ്മയുടെ സാരിയുടെ കഷ്ണം അവന്റെ കയ്യിലേക്ക് പറന്നിറങ്ങുകയും ചെയ്തു. അത് സമ്മതമായി കണ്ട അവൻ ആ ശനിയാഴ്ച ദിവസം തന്റെ ദേഷ്യം പ്രകടിപ്പിക്കാനുള്ള ദിവസമായി തിരഞ്ഞെടുത്തു. ശനിയാഴ്ച ദിവസത്തെ അവന്റെ ആദ്യത്തെ ആക്രമണം തന്റെ അമ്മാവന്റെ എതിരെ തന്നെ ആയിരുന്നു. പക്ഷേ സൂര്യ വളർന്ന യുവാവായതോടെ കാര്യങ്ങൾ അപ്പാടെ മാറി. അമ്മയ്ക്ക് കൊടുത്ത വാക്കാലോചിച്ചിരുന്ന അവൻ അതൊരു പ്രാക്ടീസായി ചെയ്യാൻ ആരംഭിച്ചു. ഞായർ മുതൽ വെള്ളിയാഴ്ച വരെ അവൻ ആരെയും ഒന്നും തന്നെ ചെയ്യില്ല. എത്ര ദേഷ്യം വന്നാലും പണ്ട് പഠിച്ച ഹിന്ദി പാഠഭാഗം ചൊല്ലി അതവൻ കടിച്ചു പിടിക്കും. വീട്ടിലെത്തി അമ്മ പറഞ്ഞ പോലെ ആ ദേഷ്യം അനുയോജ്യമാണോ
അല്ലയോ എന്ന് ആലോചിച്ച് അനുയോജ്യമാണെന്ന് തോന്നിയാൽ ദേഷ്യം കാണിക്കേണ്ട വ്യക്തിയുടെ പേര് ഒരു ഡയറിയിൽ എഴുതി വെക്കും. ശനിയാഴ്ച വരെ അവൻ അത് തുടരും. ശനിയാഴ്ച അതേ ഡയറി എടുത്ത് ദേഷ്യം തീർക്കേണ്ട വ്യക്തികളുടെ പേരെടുത്തു നോക്കും. ഒന്നുകൂടി ആലോചിക്കും. ദേഷ്യം അപ്പോഴേക്കും പോയിട്ടുണ്ടെങ്കിൽ ആ പേരുകൾ ഒഴിവാക്കും. അതല്ല, ദേഷ്യം അപ്പോഴും ഉണ്ടെങ്കിൽ ആ പേരിന് ചുറ്റും അവനൊരു വട്ടം വരയ്ക്കും. അന്ന് തയ്യാറായി ഇറങ്ങുന്ന സൂര്യ ദേഷ്യം കാണിക്കേണ്ട വ്യക്തിയെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ടാകും. ഈ ഒരു സ്വഭാവം കാരണം കൂട്ടുകാരും സുഹൃത്തുക്കളും പോലും സൂര്യയ്ക്ക് വന്നു ചേരുന്നുണ്ടായിരുന്നു. ഒരിക്കൽ ഒരു പാൽക്കാരൻ പയ്യനെ അയാളുടെ മുതലാളി തല്ലി അവന് വേണ്ടി ചോദിക്കാൻ ആരുമില്ല എന്ന കാര്യം സൂര്യയുടെ ചെവിയിലെത്തി. ചെറിയ ഗുണ്ടാ സെറ്റപ്പുള്ള അയാളുടെ അടുക്കൽ ആ പയ്യന് വേണ്ടി ചോദിക്കാൻ ചെന്നത് സൂര്യയായിരുന്നു. ഫാസിൽ എന്ന ആ പയ്യന്റെ അച്ഛൻ സമയം വൈകിപ്പോയപ്പോ ട്രെയിനിന് അടിയിൽപ്പെട്ട് മരണപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ എപ്പോ ക്ലോക്ക് കണ്ടാലും അമ്മയുടെ വാക്ക് കേട്ട് 10 മിനിറ്റ് ആ ക്ലോക്കിൽ അവൻ ഫാസ്റ്റാക്കി വെക്കുമായിരുന്നു. അതുപോലെ ജോലി ചെയ്യുന്ന വീട്ടിലെയും ക്ലോക്ക് 10 മിനിറ്റ് ഫാസ്റ്റാക്കി വെച്ചതിനാണ് അവന്റെ മുതലാളി അവനെ തല്ലിയത്. നാരായണ പ്രഭ എന്ന ഫാസിലിന്റെ മുതലാളിയോട് സൂര്യ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്താ നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ന തരത്തിൽ അയാൾ ചോദിച്ചപ്പോ സൂര്യ പറഞ്ഞത്, എനിക്ക് ദേഷ്യം വന്നാൽ പിന്നെ അവൻ എന്റെ ആളാണ്, അവന്റെ പ്രശ്നം എന്റെ പ്രശ്നവും എന്നായിരുന്നു. ഇനി അവനെ തല്ലരുതെന്നും തല്ലിയാൽ അവൻ ഇവിടെ ജോലി ചെയ്യില്ല എന്നും സൂര്യ പറഞ്ഞെങ്കിലും നാരായണൻ അന്ന് ഫാസിലിനെ സൂര്യയുടെ മുമ്പിൽ വെച്ച് മർദ്ദിച്ചു. നാരായണന്റെ ആളാണെങ്കിൽ സൂര്യയെയും ശനിയാഴ്ചയല്ലാത്തതുകൊണ്ട് സൂര്യ അന്നൊന്നും ചെയ്തിരുന്നില്ല. പക്ഷേ വരുന്ന ശനിയാഴ്ച അത്തരത്തിൽ പേരെഴുതി വെച്ച് നാരായണന്റെ അടുത്തേക്കെത്തിയ സൂര്യ അവിടുണ്ടായിരുന്ന ഗുണ്ടകളെ മുഴുവൻ അടിച്ച് നാരായണനെയും ശക്തമായി അടിച്ചിട്ടു. ഫാസിലിനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോരുകയും ചെയ്തു. പക്ഷേ ഇങ്ങനൊക്കെയാണെങ്കിലും സൂര്യ ഒരു റൗഡിയൊന്നുമല്ല, ഒരു ഗവൺമെന്റ് ജോലിക്കാരനാണ്. NLIC എന്ന ഇൻഷുറൻസ് കമ്പനിയിലാണ് അവൻ ജോലി നോക്കുന്നത്. ശനിയാഴ്ച മാത്രം അസുരനെ പോലെ കാണുന്നവൻ ബാക്കി ദിവസങ്ങളിൽ ദേവനായി കാണപ്പെടും. കഷ്ടപ്പെടുന്നവർക്ക് ഇൻഷുറൻസ് സഹായം നൽകിയും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തും ഒരു വഴക്കിനും പ്രശ്നത്തിനും പോവാതെ ദേഷ്യം പോലും പ്രകടിപ്പിക്കാതെ അത്രമേൽ നല്ലവനായിട്ടായിരുന്നു സൂര്യ ജീവിക്കുക. പക്ഷേ സൂര്യയുടെ ഈ ജീവിതം സൂര്യയുടെ കുടുംബത്തിന് പ്രശ്നമാവുന്നുണ്ടായിരുന്നു. സൂര്യ അടിക്കുന്ന ആളുകൾ തിരിച്ചടിക്കെത്തുമല്ലോ, അത് പലപ്പോഴും എതിരിടേണ്ടി വരിക സൂര്യയുടെ കുടുംബമാണ്. നാരായണന്റെ ആളുകൾ അത്തരത്തിൽ സൂര്യയെ ആക്രമിക്കാൻ ചെന്നിരുന്നു. സൂര്യയുടെ കുടുംബത്തെയും. അതിൽ നിന്ന് അന്നൊരു തരത്തിലായിരുന്നു അവർ രക്ഷപ്പെട്ടത്. പക്ഷെ അടുത്ത സാറ്റർഡേക്ക് സൂര്യ അവർക്ക് വേണ്ടി ദേഷ്യം കരുതി വെച്ചു. രാത്രി വൈകിയായിരുന്നു സൂര്യ നാരായണനെ ഇടിക്കാൻ നാരായണന്റെ അടുത്തേക്ക് ചെന്നത്. അന്നാണെങ്കിൽ ഒരു ന്യൂ ഇയർ രാത്രിയും. നാരായണനെ ഇടിക്കാൻ സൂര്യ കയ്യൂങ്ങിയതും കൃത്യം 12 പിറന്നു. അടുത്ത ദിവസമായി. അതുകൊണ്ട് തന്നെ നാരായണനെ ഇടിക്കാതെ സൂര്യ തിരികെ പോന്നു. അങ്ങനെ ഒരു സംഗതിയുമുണ്ട്. ഒരു ശനിയാഴ്ച ദിവസം താൻ പേരെഴുതിയ വ്യക്തിയെ ആക്രമിക്കാൻ സൂര്യയ്ക്ക് കഴിയാതെ പോയാൽ തന്റെ അമ്മയ്ക്ക് അയാൾക്കുമേൽ താൻ ദേഷ്യം കാണിക്കുന്നത് ഇഷ്ടമല്ല എന്ന് ചിന്തിക്കുന്ന സൂര്യ പിന്നീട് അയാളെ ഉപദ്രവിക്കുകയേ ചെയ്യില്ലായിരുന്നു. അന്ന് നാരായണനെ ഇടിക്കാതെ സൂര്യ അവിടെ നിന്ന് പോന്നതുകൊണ്ട് നാരായണന്റെ കൊച്ചുമകൻ സൂര്യയുമായി കമ്പനിയായി. സൂര്യയ്ക്ക് അങ്ങനെ നിരവധി കൂട്ടുകാരെയും കിട്ടിയിട്ടുണ്ട്. സൂര്യയെ പറ്റിയുള്ള മറ്റൊരു കാര്യം പറഞ്ഞാൽ അത്രയേറെ വർഷങ്ങൾ പിന്നിട്ടിട്ടും സൂര്യ തന്റെ പ്രണയിനി കല്ലുവിനെ മറന്നിരുന്നേയില്ല. ചെറുപ്പം തൊട്ടേ കല്ലുവിനെ കണ്ടെത്താൻ സൂര്യ ശ്രമിച്ചിരുന്നെങ്കിലും മരണപ്പെട്ടുപോയ അവന്റെ അമ്മ കല്ലുവും അമ്മയുമുള്ളത് എവിടെയാണെന്ന് ആരോടും പറയാത്തതുകൊണ്ട് അവരെ കണ്ടെത്താൻ അവന് സാധിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ആരെയും പ്രണയിക്കാതെ കല്ലുവിനെ മാത്രമേ വിവാഹം കഴിക്കൂ, പ്രണയിക്കൂ എന്ന് പറഞ്ഞ് സൂര്യ ഒറ്റക്കാലിൽ നിൽക്കുകയാണ്. സൂര്യ ഇങ്ങനെ മുമ്പോട്ട് പോകുന്നത് കണ്ട് ഒരിക്കൽ സൂര്യയുടെ അച്ഛനും സഹോദരിയും ചേർന്ന് ഒരു പണിയൊപ്പിച്ചു. കല്ലുവായി അഭിനയിക്കാൻ ഒരു പെൺകുട്ടിയെ ഏർപ്പെടുത്തി. തന്റെ വിവാഹം കഴിഞ്ഞ് ഭർത്താവിനൊപ്പം താൻ സന്തോഷമായി ജീവിക്കുന്നു എന്ന തരത്തിൽ ആ പെൺകുട്ടി സൂര്യയ്ക്ക് മുമ്പിൽ അഭിനയിച്ചു. സൂര്യ എന്ന് ഏറെ ദുഃഖിച്ചിരുന്നു, കരഞ്ഞിരുന്നു. പക്ഷേ എന്നിരുന്നാലും അവർ വിചാരിച്ച പോലെ മറ്റൊരു വിവാഹത്തിന് അവൻ തയ്യാറായില്ല. കല്ലു എന്നെങ്കിലും അടിയുണ്ടാക്കി ഭർത്താവിനോട് പിരിയുമല്ലോ എന്നൊക്കെയായിരുന്നു അവന്റെ വാദം. പക്ഷേ ഇതേ സൂര്യക്കെതിരെ അവന്റെ സഹോദരിയും അച്ഛനും ഒരു പ്രശ്നത്തിൽ തിരിയേണ്ട വന്നു. അവന്റെ സഹോദരിയുടെ വിവാഹ ദിവസം അമ്മയുടെ കല്യാണ സാരി ഉടുക്കണം എന്നവന്റെ സഹോദരിക്ക് നിർബന്ധമായിരുന്നു. കെട്ടാൻ പോകുന്ന ചെക്കന്റെ അച്ഛനാണെങ്കിൽ അമ്പലത്തിൽ വെച്ച് പൂജിച്ച സാരി ഉടുക്കണമെന്നും. പക്ഷേ വിജയിച്ചത് ഭദ്രയുടെ വാശി തന്നെയാണ്. അമ്മയുടെ സാരി അവൾ ഉടുത്തു. പക്ഷെ ചെക്കന്റെ അച്ഛന് അത് തീരെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഞാനെന്തിനു വിട്ടുകൊടുക്കണം എന്ന മട്ടിൽ ഭദ്രയെയും മരിച്ചുപോയ ഭദ്രയുടെ അമ്മ ഛായാദേവിയെയും പറ്റി മോശമായ രീതിയിൽ അയാൾ ഒരു വാക്ക് പറഞ്ഞത് കൃത്യമായി സൂര്യയുടെ ചെവിയിൽ വീണിരുന്നു. സൂര്യയ്ക്ക് വലിയ ദേഷ്യം തന്നെ വന്നു. അവനത് കടിച്ചു പിടിച്ചു. അവനോട് ഒന്നും ചെയ്യരുതെന്നും പ്രശ്നമാവുമെന്നൊക്കെ അച്ഛനും ചേച്ചി ഭദ്രയും ഒരുപാട് പറഞ്ഞിരുന്നു. അവൻ അടങ്ങുകയും ചെയ്തു. പക്ഷെ ആ അടക്കം കല്യാണം കഴിയുന്നവരെ മാത്രമായിരുന്നു. അന്നാണെങ്കിൽ ശനിയാഴ്ച ദിവസവും. കല്യാണം കഴിഞ്ഞതും തന്റെ ദേഷ്യം മുഴുവൻ ഭദ്രയുടെ അമ്മായപ്പന്റെ മേൽ അവൻ തീർത്തു. പിന്നെ പറയണ്ടല്ലോ, ആകെ പ്രശ്നമായി. സൂര്യയുടെ അച്ഛന് ഭദ്രയുടെ അമ്മായച്ചനോട് കാലുപിടിച്ച് അപേക്ഷിക്കേണ്ടി വന്നു. സൂര്യയ്ക്കുമേൽ ഭദ്രയ്ക്കും വലിയ വെറുപ്പും ദേഷ്യവും വന്നിരുന്നു. സൂര്യയുടെ ഈ സ്വഭാവം കാരണം കഷ്ടപ്പെടുന്നത് തങ്ങളാണ്
കാര്യങ്ങളാണ് എന്ന് പറഞ്ഞ ദേഷ്യത്തിൽ സൂര്യയെ വിട്ട് ഭദ്ര പോയി. ഭദ്രയുടെ ഭർത്താവ് നല്ല വ്യക്തി ആയതുകൊണ്ട് മാത്രം അവർ സെപ്പറേറ്റ് ചെയ്ത് മറ്റൊരിടത്ത് താമസിക്കാൻ തുടങ്ങി. അന്നത്തെ ആ വിഷയം സൂര്യയുടെ അച്ഛനെയും ദേഷ്യപ്പെടുത്തിയിരുന്നു. അന്ന് അയാൾ ഒരു കാര്യം തീരുമാനിച്ചു. ഡയറിയിൽ ശനിയാഴ്ച ആരെയാണ് തല്ലാൻ പോകുന്നത് എന്ന് സൂര്യ എഴുതി വെക്കുമല്ലോ, അത് നോക്കി കണ്ടുപിടിച്ച് അയാളെ സൂര്യയുടെ അച്ഛൻ പോയി വാൺ ചെയ്യും. അന്ന് അയാളെ തല്ലാൻ പറ്റിയില്ലെങ്കിൽ സൂര്യ പിന്നെ അയാൾക്കുമേൽ ദേഷ്യം കാണിക്കുകയുമില്ലല്ലോ. അത്തരത്തിൽ അന്ന് സൂര്യയുടെ അച്ഛൻ ഒരു സൈക്കോളജിസ്റ്റ് ഡോക്ടറെ കണ്ട് ഈ കാര്യങ്ങളൊക്കെ പറയാൻ വന്നിരിക്കുകയായിരുന്നു. കാരണം എന്തെന്നാൽ ആ സ്ത്രീയുടെ ഭർത്താവാണ് സൂര്യയുടെ അന്നത്തെ ടാർഗറ്റ്. സംഭവം എന്തെന്നാൽ സൂര്യയുടെ സഹോദരി ഭദ്ര ജോലി ചെയ്യുന്ന സ്കൂളിലെ അധ്യാപകനായ അയാൾ അവിടുത്തെ ഒരു പെൺകുട്ടിയെ കയറി പിടിച്ചിരുന്നു. ഭദ്ര അത് കാണുകയും ചെയ്തു. ഭദ്ര വഴി അതറിഞ്ഞ സൂര്യ ദേഷ്യം ശനിയാഴ്ചത്തേക്ക് നീക്കിവെക്കുകയായിരുന്നു. വിവരമറിഞ്ഞ സൈക്കോളജിസ്റ്റ് ഭർത്താവുള്ള ഇടത്തേക്ക് എത്തുമ്പോഴേക്കും സൂര്യ അങ്ങോട്ടേക്കെത്തി അയാളെ ഇടിച്ച് അവിടെ നിന്ന് പോന്നു കഴിഞ്ഞിരുന്നു. കഥ അവിടെ നിന്നും സോക്കുലപാലം പോലീസ് സ്റ്റേഷനിലേക്ക് തിരിയുന്നു. അവിടെ പുതുതായി ചാരുലത എന്ന പേരുള്ള ഒരു കോൺസ്റ്റബിൾ ചാർജ് എടുക്കാൻ വന്നിരിക്കുകയാണ്. CI കുറെ കഴിഞ്ഞിട്ടും വന്നിട്ടുണ്ടായിരുന്നില്ല. ചാർജ് എടുക്കാൻ പറ്റാതെ ചാരു അവിടെ തുടർന്നു. ചാരു തുടർച്ചയായി ഹെഡ് കോൺസ്റ്റബിളിനോട് CI ദയ എന്താണ് വരാത്തത് എന്ന് ചോദിച്ചുകൊണ്ടേയിരുന്നു. ഇപ്പോ കാണാത്തതും കൊണ്ടും ചോദിക്കുന്നതാ. അയാളെ കണ്ടിരുന്നെങ്കിൽ പരിചയപ്പെട്ടിരുന്നെങ്കിൽ അവൾ അങ്ങനെ ചോദിക്കേയില്ലായിരുന്നു എന്നായിരുന്നു കോൺസ്റ്റബിൾ പറഞ്ഞത്. കോൺസ്റ്റബിൾ ആ പറഞ്ഞതിന് ഒരു കാരണവുമുണ്ട്. ദയ എന്ന് വിളിക്കപ്പെടുന്ന ദയാനന്ദ് വളരെയധികം ക്രൂരനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ദയാനന്ദിന്റെ ചേട്ടനായ കൂർമാനന്ദ് അവിടുത്തെ വലിയൊരു പൊളിറ്റീഷ്യനും നിലവിൽ കോർപ്പറേറ്റർ ഇലക്ഷനിൽ വിജയിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയുമായിരുന്നു. കൂർമാനന്ദും ദയാനന്ദും തമ്മിൽ നല്ല ബന്ധമല്ല ഉള്ളത്. പരസ്പരം അവർ ബദ്ധവൈരികളെ പോലെയാണ്. പ്രത്യേകിച്ചും ദയാനന്ദിന്റെയും കൂർമാനന്ദിന്റെയും ഒരു സ്ഥലത്തിന്റെ പേരിൽ അവർക്കിടയിൽ ഇഷ്യൂ നടക്കുന്നുണ്ടായിരുന്നു. നിലവിൽ ആ സ്ഥലം വിൽക്കണമെങ്കിൽ സഹോദരന്റെ ഒപ്പ് ദയാനന്ദിന് വേണം. അതിനുവേണ്ടി ദയാനന്ദ് ഗോവർദ്ധൻ എന്ന ചേട്ടന്റെ വലങ്കയും ബിനാമിയും ഓഡിറ്ററുമായ വ്യക്തിയെ പിടിച്ചുവെച്ച് വീഡിയോ എടുത്തയച്ചു കൊടുത്ത് ചേട്ടനെ ഭീഷണിപ്പെടുത്താൻ നോക്കി. പക്ഷേ കൂർമാനന്ദ് മറ്റ് ചില വിഷയങ്ങളിലായിരുന്നതുകൊണ്ട് വീഡിയോ കാണാൻ വൈകിയിരുന്നു. കുറച്ചു സമയം പിന്നിട്ടിട്ടും ഗോവർദ്ധനെ തിരക്കി ചേട്ടന്റെ ഫോൺ വരുന്നില്ലെന്ന് കണ്ടതും ഗോവർദ്ധനെ വെറുതെ അയാൾക്കൊരു ടിഷ്യൂ പേപ്പർ പോലെയാണ്, അതുകൊണ്ട് അന്വേഷിക്കാത്തത് എന്ന് പറഞ്ഞ് ദയാനന്ദ് പറഞ്ഞുവിടുകയാണ്. ഗോവർദ്ധനെ പറഞ്ഞുവിട്ടതിന് പിന്നാലെ കൂർമാനന്ദന്റെ ഫോൺ കോൾ ദയയെ തേടിയെത്തി. SI സുധയുടെ കൂടെ കൂടിയായിരുന്നു CI ആയ ദയാനന്ദ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഗോവർദ്ധനെ വിട്ട ലാൻഡ് പേപ്പറിൽ താൻ ഒപ്പിട്ട് തന്നേക്കാം എന്ന് കൂർമാനന്ദ് പറയുകയും ചെയ്തിരുന്നു. പക്ഷേ ഫോൺ വന്നതിന് പിന്നാലെ ദയ പുറത്തേക്ക് വന്നെങ്കിലും ഗോവർദ്ധൻ പോയി കഴിഞ്ഞിരുന്നു. അതോടെ ആ പണിയങ്ങ് പാളി. ദേഷ്യം കൊണ്ട് ദയാനന്ദ് വിറയ്ക്കുന്നുണ്ടായിരുന്നു. ദേഷ്യം വന്നാൽ ദയാനന്ദ് നേരെ പോകുക സോക്കുലപാലം എന്ന് പറയുന്ന ഇടത്തേക്കാണ്. കുറെ പാവങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ചേരി. അവിടെ നിന്ന് ആരെങ്കിലും പിടിച്ച് ദേഷ്യം തീരുന്നവരെ അയാള് ദയാനന്ദ് മർദ്ദിക്കും. സ്റ്റേഷനിൽ കൊണ്ടുവന്ന് എന്തെങ്കിലും കേസുകളൊക്കെ തലയിൽ കെട്ടിവെച്ച് ജയിലിൽ തള്ളും. അന്നും അത് തന്നെ സംഭവിച്ചു. ദയാനന്ദ് ക്രൂരമായി സോക്കുല പാലത്തിലുള്ള ഒരാളെ മർദ്ദിക്കുന്നത് ഞെട്ടലോടെ ദയാനന്ദ് വരുവാൻ കാത്തുനിന്നിരുന്ന ചാരു നോക്കിക്കണ്ടിരുന്നു. പിറ്റേന്ന് ജയിലിൽ കിടക്കുകയായിരുന്ന അയാൾ കുറച്ച് വെള്ളം ചോദിച്ചപ്പോ ചാരു എടുത്തു കൊടുക്കാൻ പോയി. വെള്ളം വാങ്ങുവാൻ ചാരുവിനടുത്തേക്ക് വന്ന അയാൾ പെട്ടെന്ന് ചാരുവിനടുത്ത് വന്ന് നിൽക്കുന്ന ആളെ കണ്ടതും ഭയന്ന് പിന്മാറി. അങ്ങോട്ടേക്ക് എത്തിയിരുന്നത് CI ദയാനന്ദ് ആയിരുന്നു. ചാരുവിനെ കണ്ടതും ആരാണെന്ന മട്ടിൽ ദയാനന്ദ് ചാരുവിനോട് ചോദിച്ചു. ഹെഡ് കോൺസ്റ്റബിൾ വന്ന് പുതിയ ജോയിനിങ് ആണെന്ന് പറഞ്ഞു. അന്ന് ചാരുവിനെ കളിയാക്കുന്ന തരത്തിലൊക്കെ ദയാനന്ദ് SI സുധയ്ക്കൊപ്പം ചേർന്ന് കമന്റ് അടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെയാണ് ഹെഡ് കോൺസ്റ്റബിളിൽ നിന്ന് നടക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് ചാരു മനസ്സിലാക്കുന്നത്. ദയാനന്ദും ജ്യേഷ്ഠൻ കൂർമാനന്ദും തമ്മിലുള്ള കോർട്ട് കേസിന്റെ കാര്യം പറഞ്ഞല്ലോ. കേസ് നടക്കുമ്പോൾ കൂർമാനന്ദ് ഇലക്ഷനിൽ മത്സരിക്കുകയായിരുന്നു. സോക്കുലപാലം ഏരിയയിൽ നിന്നാണ് കൂർമാനന്ദ് മത്സരിച്ചത്. സോക്കുലപാലം ജനങ്ങളുടെ പിന്തുണയോടെ അയാൾ വിജയിക്കുകയും ചെയ്തു. തന്റെ ജ്യേഷ്ഠന്റെ വിജയത്തിന് സോക്കുലപാലത്തിലെ ആൾക്കാർ കാരണമാണ് എന്ന് കൂർമാനന്ദ് ചിന്തിച്ചിരുന്നു. വിജയിച്ച കൂർമാനന്ദ് ആകട്ടെ തന്റെ അധികാരവും പവറുമൊക്കെ കൊണ്ട് വിധിയിൽ സ്വാധീനം ചെലുത്തി സ്ഥലം വെക്കണമെങ്കിൽ തന്റെ ഒപ്പുകൂടി ദയാനന്ദിന് വേണം എന്ന തരത്തിൽ വിധി സമ്പാദിച്ചു. അതോടെ സോക്കുലപാലത്തിലെ ജനങ്ങളോട് തന്റെ ചേട്ടനെ വിജയിപ്പിച്ചത് അവരാണ് എന്ന് ധരിച്ചിരുന്ന ദയാനന്ദിന് വലിയ ദേഷ്യം തന്നെ പിടിപ്പെടുകയാണ്. സോക്കുലപാലം പണ്ട് ക്രിമിനൽ ഹിസ്റ്ററിയുള്ള ഇടമായിരുന്നു. തിരട്ട് ഗ്രാമം പോലെ കള്ളന്മാരും മറ്റും ജീവിച്ചിരുന്ന ഇടം. പക്ഷെ ഇപ്പോൾ അവിടം പാവപ്പെട്ട കുറച്ച് ജനങ്ങളാണ് താമസിക്കുന്നത്. പഴയ കള്ളന്മാരുടെയും മറ്റും പുതുതലമുറ. പക്ഷെ ഇപ്പോഴും കുറ്റവാളികളുടെ സങ്കേതമായിട്ടാണ് അവിടം കാണപ്പെടുന്നത്. അവരൊക്കെ തിരുത്തി ജീവിക്കുന്നവരാണെങ്കിൽ പോലും നിയമത്തിന്റെ കണ്ണിൽ അവരെപ്പോഴും തെറ്റുകാരായിരുന്നു. അവർക്ക് പുറത്തു പോകണമെങ്കിലും മറ്റു ജോലികൾ വേണമെങ്കിലും CIയുടെ ഒപ്പം മറ്റും വേണം. അതുകൊണ്ട് തന്നെ CI അവർക്ക് ഭയവുമായിരുന്നു. അവരോട് ഈ കാര്യങ്ങൾ കൊണ്ടെല്ലാം വിദ്വേഷമുണ്ടായിരുന്ന ദയാനന്ദാകട്ടെ ഓരോ തവണയും ജ്യേഷ്ഠൻ കൂർമാനന്ദിനെ തോപ്പിച്ച് ഒപ്പ് നേടാൻ ശ്രമിച്ച് പരാജയപ്പെടുമ്പോ ആ ദേഷ്യം മുഴുവൻ തീർക്കുക സോകുലപാലത്തിൽ വന്ന് ഏതെങ്കിലും നിസ്സഹായനായ വ്യക്തിയെ പിടിച്ച് അയാളെ മർദ്ദിച്ച്
അയാൾക്കുമേൽ കേസ് ചുമത്തി ജയിലിൽ ഇട്ടുകൊണ്ടായിരുന്നു. ഇതിനെതിരെ ആർക്കെങ്കിലും കംപ്ലൈന്റ് കൊടുത്തൂടെ? എല്ലാം കേട്ട ചാരു ചോദിച്ചു. ഹെഡ് കോൺസ്റ്റബിൾ പറഞ്ഞു, അവർക്കൊക്കെ ഭയമാണ്, ആരും തന്നെ കംപ്ലൈന്റ് കൊടുക്കില്ല. നല്ല മനസ്സിനുടമയായ ചാരുവിന് ആ ജനങ്ങളോട് സഹതാപം തോന്നുന്നുണ്ടായിരുന്നു. ദയാനന്ദ് അറിയാതെ ചാരു ആ ജനങ്ങളെ സഹായിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ആ ജനങ്ങളുടെ വീട്ടിൽ പോയി ജയിലിൽ കിടക്കുന്ന അവരുടെ ആളിന് ഭക്ഷണം വാങ്ങിക്കൊണ്ടു കൊടുക്കുകയും ആ ജനങ്ങളുമായി പരിചയപ്പെടുകയും ഒക്കെ ചാരു ചെയ്തു. അങ്ങനെ ഇരിക്കുകയായിരുന്നു ഒരിക്കൽ ദയാനന്ദിന്റെ ഇടയിലേക്ക് സൂര്യ വന്നെത്തുന്നത്. ആശുപത്രിയിൽ കേസിനായി പോയിരുന്ന സൂര്യ തന്റെ കാറെടുത്ത് റിവേഴ്സ് എടുക്കുന്ന സമയം പിന്നിൽ വന്ന ഒരു വണ്ടിയിലിടിച്ചു. ആ കാർ ഓടിച്ചിരുന്ന ലേഡി ദയാനന്ദിനോട് ദേഷ്യത്തോടെ സംസാരിച്ചതും ദയാനന്ദിന് കലിയിളക്കി. ചാരുവിനെയും SI സുധയെയും ആ കാറിന്റെ മുന്നിലും പിന്നിലും നിർത്തി തന്റെ കാർ മുമ്പിലേക്കെടുത്ത് ദയാനന്ദ് ആ കാറിൽ വീണ്ടും വീണ്ടും തുടർച്ചയായി ഇടിക്കുകയാണ്. ചാരു അത് കണ്ട് ഒന്നും പറയാൻ പറ്റാതെ ഷോക്കായി നിൽക്കുന്നുണ്ടായിരുന്നു. ഈ കാഴ്ചയൊക്കെ ആ പരിസരത്തുണ്ടായിരുന്ന സൂര്യ കാണുകയും ചെയ്തു. സൂര്യക്ക് വലിയ ദേഷ്യം വന്നു. ശനിയാഴ്ചയല്ലാത്തതുകൊണ്ട് ദേഷ്യം കടിച്ചു പിടിച്ചവൻ തന്റെ ബൈക്കിൽ നിന്ന് പെട്രോൾ ഊറ്റിക്കൊണ്ടുവന്ന് ദയാനന്ദിന്റെ കാറിലേക്കിട്ട് ദയാനന്ദിന്റെ കാർ തടഞ്ഞ്, സാർ കാർ പെട്രോൾ ലീക്കാവുന്നുണ്ട്, കാർ പൊട്ടിത്തെറിക്കും എന്ന് ദയാനന്ദിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് തൽക്കാലത്തേക്ക് ആ പ്രശ്നം പരിഹരിച്ചു. ബോട്ടിൽ ക്യാപ്പിൽ പെട്രോൾ എടുത്തുവന്ന് സൂര്യ പ്രശ്നം പരിഹരിക്കുന്നത് ചാരു കണ്ടിരുന്നു. ചാരുവും സൂര്യയെ സപ്പോർട്ട് ചെയ്തായിരുന്നു വന്നു നിന്നത്. ഹിംസയൊന്നും നടത്താതെ അക്രമം കാണിക്കാതെ അങ്ങനെ പ്രശ്നം പരിഹരിച്ച് സൂര്യയുടെ പ്രവൃത്തി ചാരുവിനെ ഇംപ്രസ് ചെയ്യിച്ചിരുന്നു. അന്ന് ദയാനന്ദിന്റെ ഒപ്പം കാറിൽ പോയെങ്കിലും ചാരു പിന്നാലെ അങ്ങോട്ടേക്ക് തിരിച്ചു വന്നു. പെട്രോൾ തുറന്നെടുത്തതുകൊണ്ട് സൂര്യയുടെ ബൈക്കിലെ പെട്രോൾ തീർന്നിരുന്നു. ചാരുവായിരുന്നു സൂര്യയെ ഹെൽപ്പ് ചെയ്തത്. അന്ന് പരസ്പരം ഇരുവർക്കും ഒരടുപ്പവും തോന്നി. അന്ന് രാത്രിയിൽ വീട്ടിലെത്തി ദയാനന്ദിന്റെ പേര് ഡയറിയിൽ എഴുതുവാൻ സൂര്യ തയ്യാറായെങ്കിലും ചാരുവിന്റെ മുഖം പെട്ടെന്ന് ഓർമ്മയിലേക്ക് വന്നു. ദേഷ്യം മുഴുവൻ മാഞ്ഞുപോകുന്ന പോലെ സൂര്യയ്ക്കും അത് അതിശയമായി തോന്നിയിരുന്നു. സൂര്യ അക്കാര്യം തന്റെ അച്ഛനടുത്ത് വന്ന് പറഞ്ഞു. തന്റെ മകൻ ഒരു പെണ്ണിനെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് അച്ഛനെയും സന്തോഷിപ്പിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ടേക്ക് ചാറ്റിങ്ങിലൂടെയും കോളിങ്ങിലൂടെയും പരസ്പരം കണ്ട് സംസാരിച്ചു മുക്കിയായി ചാരുവും സൂര്യയും ഒരുപാട് അടുക്കാൻ ആരംഭിച്ചു. ചാരുവിന്റെ അമ്മയും സൂര്യയുടെ അച്ഛനും ഇതൊക്കെ നോക്കിക്കാണുന്നുണ്ടായിരുന്നു. ഇതിലൊരു കാര്യമെന്തെന്നാൽ ചാരു യാഥാർത്ഥ്യത്തിൽ സൂര്യയുടെ പഴയ പ്രണയിനി കല്ലുവാണ്. കല്യാണി എന്ന പേരിൽ നിന്ന് പണ്ട് സൂര്യയുടെ അമ്മ അവരെ സ്ഥലം മാറ്റിവിട്ടപ്പോ പുതിയ ഐഡന്റിറ്റിക്ക് വേണ്ടി ചാരുലത എന്ന പേര് അവൾ സ്വീകരിച്ചതായിരുന്നു. അവളുടെ അമ്മയും അത്തരത്തിൽ പേരുമാറ്റിയിരുന്നു. സൂര്യയ്ക്കാണെങ്കിൽ ചാരു തന്റെ കല്ലുവാണ് എന്നറിയുകയുമില്ല. ഇതിനിടയിൽ ചാരുവിനൊപ്പമുള്ള പലവട്ടം പല പ്രശ്നങ്ങളും ഉണ്ടായി. ചാരുവിന്റെ ഫോട്ടോ എടുക്കാൻ നോക്കിയ ഒരു വ്യക്തിയെ ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്യാൻ ചാരുവും സൂര്യയും ആവശ്യപ്പെട്ട് അയാളത് ചെയ്യാതിരുന്നപ്പോ അയാളുടെ ബൈക്കിന്റെ താക്കോൽ ഓടയിലിടും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി സൂര്യ അത് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. ചാരുവിന് മുമ്പിൽ വെച്ച് തന്റെ ദേഷ്യം ഒരിക്കലും സൂര്യ പുറത്തെടുത്തിരുന്നില്ല. അക്രമ സ്വഭാവമില്ലാത്ത ഒരാളെ പ്രണയിക്കണം, വിവാഹം കഴിക്കണം എന്നതായിരുന്നു എപ്പോഴും ചാരുവിന്റെ ആഗ്രഹം. അങ്ങനെ ഇരിക്കെയാണ് തനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യുമോ എന്ന് സൂര്യയോട് ചോദിച്ച ചാരു സോകുലപാലത്തെ ജനങ്ങളെപ്പറ്റി പറയുകയും അവർക്ക് ഇൻഷുറൻസിന്റെ ആവശ്യമുണ്ടെന്നും സൂര്യ ഹെൽപ്പ് ചെയ്യണം എന്നാവശ്യപ്പെടുകയും ചെയ്തു. കള്ളന്മാരും കുറ്റവാളികളും തിങ്ങി ജീവിക്കുന്ന അവിടെ അത് ശരിയാവില്ല എന്നാണ് സൂര്യ ആദ്യം പറഞ്ഞെങ്കിലും അവിടുത്തെ ജനങ്ങൾ അങ്ങനൊന്നുമല്ല എന്ന് ചാരു സൂര്യയോട് പറഞ്ഞു. അങ്ങനെ സൂര്യയെയും കൂട്ടി ചാരു സോകുലപാലത്തിലെത്തി. പക്ഷേ അവിടെ എത്തിയതും താൻ വിചാരിച്ച പോലെ അവിടുത്തെ ജനങ്ങൾ മോശക്കാരല്ല എന്ന് സൂര്യ ഒറ്റയടിക്ക് മനസ്സിലാക്കിയിരുന്നു. അതോടെ സൂര്യയും ചാരുവിനൊപ്പം അവിടുത്തെ ജനങ്ങളെ സഹായിക്കാൻ തുടങ്ങി. അവർക്ക് ഇൻഷുറൻസ് ഒക്കെ തയ്യാറാക്കി കൊടുത്തു. സൂര്യയുടെയും ചാരുവിന്റെയും പ്രണയവും ജീവിതവും അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. പക്ഷെ ഒരിക്കൽ അവന്റെ അച്ഛൻ അവനെ വിളിച്ച് വാൺ ചെയ്തു. നിന്റെ ദേഷ്യമുഖവും ശനിയാഴ്ച ദിവസത്തെ പറ്റിയുള്ള കാര്യങ്ങളുമൊന്നും ചാരുവിനറിയില്ല. മറ്റൊരാൾ പറഞ്ഞ് അവൾ അത് അറിഞ്ഞാൽ വലിയ പ്രശ്നമാകും. അതുകൊണ്ട് നീ തന്നെ അത് പറയുന്നതാണ് നല്ലത്. മറുവശത്ത് ചാരുവാകട്ടെ താനുമായി പ്രശ്നമുണ്ടാക്കിയ ആളുകൾ ഒരു ശനിയാഴ്ച കഴിയുമ്പോൾ വലിയ രീതിയിൽ പരിക്കേറ്റ് തന്റെ മുമ്പിൽ കാണുന്നത് ശ്രദ്ധിച്ചിരുന്നു. എന്തിനേറെ പറയുന്നു, സോകുലപാലത്തിലെ ജയിലിൽ പിടിച്ചിരുന്ന വ്യക്തിക്ക് ഭക്ഷണം കൊടുത്തതിന്റെ പേരിൽ SI ചാരുവിനെ തല്ലി. ആ SI അവരെ സൂര്യ ശനിയാഴ്ച തല്ലിയിരുന്നു. സൂര്യയുമായി സംസാരിക്കുമ്പോൾ ശനിയാഴ്ചക്കാരനെ പറ്റിയുള്ള സംസാരവും ചാരുവിന്റെ ഉള്ളിലൂടെ വന്നു. ആരോ തന്നെ പിന്തുടരുന്നുണ്ടെന്നും തന്നോട് പ്രശ്നമുണ്ടാക്കുന്നവരെയൊക്കെ വലിയ രീതിയിൽ ഉപദ്രവിക്കുന്നുണ്ടെന്നും സൂര്യയെയും അവൻ വല്ലതും ചെയ്യുമോ എന്നുമൊക്കെ ചാരു ഭയത്തോടെ പറഞ്ഞു. ആ പറച്ചിലിൽ ചാരുവിന്റെ പ്രണയവും സൂര്യക്ക് വ്യക്തമാകുന്നുണ്ടായിരുന്നു. ഈ ഒരു സമയത്താണ് മറ്റൊന്ന് നടക്കുന്നത്. അന്ന് കൂർമാനന്ദ് വിളിക്കുന്നതിന് മുമ്പേ ദയാനന്ദ് തന്നെ വിട്ടിരുന്നു എന്ന് ഗോവർദ്ധൻ കൂർമാനന്ദിനോട് പറഞ്ഞ് അനിയനുമായി പ്രശ്നമൊക്കെ അവസാനിപ്പിക്കാനും ലാൻഡ് ഒപ്പിട്ടുകൊടുക്കാനുമൊക്കെ ആവശ്യപ്പെട്ടു. ഒടുവിൽ കൂർമാനന്ദും അത്തരത്തിലൊരു തീരുമാനത്തിലെത്തി. വിവരമറിഞ്ഞ ദയാനന്ദ് വലിയ സന്തോഷത്തിലായിരുന്നു. ഇതേ സമയം മറ്റൊന്നുകൂടി സംഭവിക്കുന്നുണ്ടായിരുന്നു. പഴയ പ്രശ്നത്തിന്റെ പേരിൽ നാരായണപ്രഭ സൂര്യയ്ക്കുമേൽ ദേഷ്യം സൂക്ഷിക്കുന്നുണ്ടായിരുന്നു. സൂര്യ
ഇപ്പോൾ ചാരുവുമായി പ്രണയത്തിലാണെന്ന് മനസ്സിലാക്കുകയും സൂര്യയുടെ ശനിയാഴ്ച കാര്യം ചാരുവിനറിയില്ല എന്നും മനസ്സിലാക്കിയ നാരായണപ്രഭ ചാരുവിനൊപ്പം സൂര്യ ഉള്ള സമയത്ത് ശനിയാഴ്ച സൂര്യയെ ആക്രമിക്കാൻ തന്റെ ആളുകളോട് പറഞ്ഞു. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴേക്കും നാരായണപ്രഭ ചില രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം ചാരു ജോലിക്ക് പോവാൻ നേരം ചാരുവിന്റെ അമ്മ സൂര്യയുടെ കാര്യം അവളോട് ചോദിക്കുകയും സൂര്യയെ ഭക്ഷണം കഴിക്കാൻ വീട്ടിലേക്ക് കൊണ്ടുവരാൻ സമ്മതിക്കുകയും ചെയ്തു. ചാരുവിന്റെ അമ്മയ്ക്കും അപ്പോഴും സൂര്യ എന്നത് തന്റെ അനന്തരവൻ സൂര്യയാണ് എന്നറിവുണ്ടായിരുന്നില്ല. ചാരു തന്നെ അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ടുണ്ട് എന്ന കാര്യം സൂര്യ അച്ഛനോട് പറഞ്ഞു. അച്ഛൻ അപ്പോഴും പറഞ്ഞത് എല്ലാത്തിനും മുമ്പ് സൂര്യയെ പറ്റിയുള്ള മുഴുവൻ വിവരങ്ങളും ചാരു അറിയുന്നത് നല്ലത് എന്ന തരത്തിലായിരുന്നു. അടുത്ത ദിവസം ദയാനന്ദും മെസ്സയും ചാരുവിനൊപ്പം കാറിൽ കൂർമാനന്ദിന്റെ വീട്ടിൽ രജിസ്ട്രേഷൻ ഒപ്പിടാൻ വേണ്ടി പോയി. ആ സമയത്താണ് പുറത്തു നിന്നിരുന്ന ചാരുവിനെ സൂര്യ വിളിക്കുന്നത്. നേരിട്ട് കണ്ട് അത്യാവശ്യകാര്യം സംസാരിക്കാനുണ്ട്. നിന്റെ അമ്മയെ കാണുന്നതിന് മുമ്പ് നിന്നോട് എനിക്കത് പറയണം എന്ന് സൂര്യ പറഞ്ഞു. ജോലിയിലായതുകൊണ്ട് കുറച്ചു കഴിഞ്ഞ് കാണാം എന്ന് ചാരു പറയുകയാണ്. കൂട്ടത്തിൽ അത്ര ഇമ്പോർട്ടന്റ് ആയി സൂര്യക്ക് എന്താ പറയാനുള്ളതെന്ന ആകാംക്ഷ ചാരുവിനുണ്ടായിരുന്നു. ഇതേ സമയം മറുവശത്ത് കൂർമാനന്ദ് ക്ഷണിച്ച ശേഷം രജിസ്ട്രേഷനായി പോയിരുന്ന ദയാനന്ദിനെയും എസ്ഐയെയും കൂർമാനന്ദ് തന്റെ സ്റ്റാഫിനെ വിട്ട് അപമാനിക്കുകയാണ്. ദയാനന്ദ് അങ്ങനെ അപമാനിതനാകുന്നതും മറ്റും CCTV ക്യാമറയിലൂടെ നോക്കിക്കണ്ട് അയാൾ സന്തോഷിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഒടുവിൽ ദേഷ്യപ്പെട്ട് ദയാനന്ദ് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. ദയാനന്ദ് അവിടെ നിന്ന് നേരെ പോയത് ദേഷ്യം തീർക്കുവാൻ സോകുല പാലത്തിലേക്കായിരുന്നു. അവിടെ കൂർമാനന്ദിന്റെ കട്ടൗട്ട് വരിക്കുകയായിരുന്ന പെയിന്റ് പണിക്കാരന്റെ വീട്ടിലേക്ക് കയറി ചെന്ന് ദയാനന്ദ് അയാളെ ഇടിച്ചും അടിച്ചും ദേഷ്യം തീർക്കാൻ ആരംഭിച്ചു. അയാളുടെ ഭാര്യയും മകളും അത് തടയാൻ ചെന്നതും ദയാനന്ദ് അവരെയും ആക്രമിച്ചു. മകളെ പിടിച്ച് തള്ളിയപ്പോൾ ആ കുട്ടി ചെന്നു വീണത് ഒരു കറിക്കത്തിയിലേക്കായിരുന്നു. അവളുടെ കഴുത്തു മുറിഞ്ഞു. ഇതേ സമയം മറുവശത്ത് സൂര്യ ചാരുവിനെ കാത്തുനിൽക്കുകയാണ്. ശനിയാഴ്ചയായതുകൊണ്ട് അന്ന് ചാരുവിന് മുമ്പിൽ വെച്ച് സൂര്യയെ തല്ലുവാൻ നാരായണപ്രഭയുടെ ആളുകളും അവിടെ ഉണ്ടായിരുന്നു. കുറച്ചു നേരമായും ചാരുവിനെ കാണാതെ സൂര്യ അവളെ ഫോൺ ചെയ്തു. ഫോൺ അറ്റൻഡ് ചെയ്തെങ്കിലും അവൾക്കൊന്നും മിണ്ടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആ സമയത്തെ ഒച്ചയും ബഹളവും കേട്ട് അവളുള്ളത് സോകുല പാലത്തിലാണെന്ന് സൂര്യ മനസ്സിലാക്കുന്നുണ്ട്. സൂര്യ ഉടൻ അങ്ങോട്ടേക്ക് പുറപ്പെട്ടു. പെൺകുട്ടിയുടെ അവസ്ഥ കണ്ട് അവൻ ഉടനടി ആ പെൺകുട്ടിയെ പൊക്കിയെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചു. പിന്നാലെ പരിക്കേറ്റിരുന്ന അവളുടെ അച്ഛനെയും. അപ്പോഴേക്കും ചാരുവും അങ്ങോട്ടേക്ക് വന്നെത്തിയിരുന്നു. അവരുടെ അവസ്ഥയിൽ ചാരുവിനേറെ ദുഃഖം തോന്നിയിരുന്നു. ആ വീട്ടിലെ സ്ത്രീയോട് ഇനിയെങ്കിലും ദയാനന്ദിനെതിരെ പരാതി കൊടുക്കൂ എന്ന് ചാരു പറഞ്ഞെങ്കിലും അവർ അപ്പോഴും ഭയപ്പെട്ട് തന്നെ നിൽക്കുകയായിരുന്നു. അവരുടെ ഭയവും അവർ പറയുന്ന കാര്യങ്ങളും സൂര്യയും കേട്ടിരുന്നു. രാത്രിയിൽ സൂര്യയും ചാരുവും അവരുടെ നിസ്സഹായാവസ്ഥയെപ്പറ്റി പറഞ്ഞുകൊണ്ടിരുന്നു. ചാരു ആ സമയം ആ ശനിയാഴ്ചക്കാരൻ ഇപ്പോ എന്റെ മുമ്പിൽ വന്നിരുന്നെങ്കിൽ അവനോട് ഒരേ ഒരു സഹായം എനിക്ക് ചോദിക്കണമായിരുന്നു എന്ന തരത്തിൽ പറഞ്ഞു. ചോദിക്കെന്ന് അവൾക്ക് നേരത്തിരിന് സൂര്യ ആ സമയം പറയുകയാണ്. ഒന്ന് ഞെട്ടി ചാരു സൂര്യയെ നോക്കുമ്പോഴേക്കും നാരായണപ്രഭയുടെ ആളുകൾ വന്ന് സൂര്യയെ തല്ലാൻ ആരംഭിച്ചിരുന്നു. കൂട്ടത്തിൽ ചാരുവിനെയും അവർ കടന്നുപിടിച്ചു. പിന്നെ പറയണ്ടല്ലോ, ചാരുവിന്റെ മുമ്പിൽ വെച്ച് തന്നെ അവരെ മുഴുവൻ സൂര്യ അടിച്ചൊതുക്കി. ആ ഒരു നിമിഷത്തിൽ ശനിയാഴ്ചക്കാരൻ സൂര്യയാണ് എന്നുകൂടി ചാരു തിരിച്ചറിയുകയായിരുന്നു. ദയാനന്ദിനെ പറ്റിയുള്ള ദേഷ്യം സൂര്യയുടെ ഉള്ളിലേക്ക് പതിച്ചിരുന്നു. സൂര്യ എന്ന തന്റെ ഡയറിയിൽ ദയാനന്ദിന്റെ പേരെഴുതി. ഡയറിയിൽ ദയാനന്ദിന്റെ പേരെഴുതിയതോടെ സോകുലപാലത്തിന്റെ പ്രശ്നം തന്റെ പ്രശ്നമാക്കി സൂര്യ എടുക്കാൻ ആരംഭിച്ചിരുന്നു. പക്ഷേ അപ്പോഴാണ് മറ്റൊരു കാര്യം വ്യക്തമാകുന്നത്. അകന്നു കഴിയുകയായിരുന്ന സൂര്യയുടെ സഹോദരി ഗർഭിണിയായിരുന്നു. അവളുടെ വീട്ടിൽ പോലും അവളത് അറിയിച്ചിരുന്നില്ല. അടുത്ത ദിവസം ചാരുവും സൂര്യയും കണ്ട് സംസാരിച്ചു. ദയാനന്ദിനെ സൂര്യ അടിച്ചതുകൊണ്ട് മാത്രം സോകുലപാലത്തിന്റെ പ്രശ്നം തീരില്ല എന്ന കാര്യം അവൾ സൂര്യയെ പറഞ്ഞ് മനസ്സിലാക്കി. ആ പ്രശ്നം തീരണമെങ്കിൽ അവരുടെ ഉള്ളിലെ ഭയം പോകണം. സൂര്യയും സോകുലപാലത്തിൽ ആളുകളോട് അത് നേരിട്ട് സംസാരിച്ച് മനസ്സിലാക്കിയിരുന്നു. പിന്നീടാണ് ഒരു കാര്യം ചാരു മനസ്സിലാക്കുന്നത്. കൂർമാനന്ദിൽ നിന്ന് ഒപ്പ് കിട്ടില്ലെന്ന് മനസ്സിലാക്കിയിരുന്ന ദയാനന്ദ് കൂർമാനന്ദിനെ കൊല്ലാൻ പ്ലാൻ ചെയ്തു തുടങ്ങിയിരുന്നു. അതൊരു അവസരമായി ചാരു മുമ്പിൽ കണ്ടു. ദയാനന്ദ് കൂർമാനന്ദിനെ കൊല്ലാൻ ശ്രമിക്കുന്നു എന്ന കാര്യം കൂർമാനന്ദിന് മനസ്സിലായാൽ കൂർമാനന്ദ് തന്നെ ദയാനന്ദിനെ കൈകാര്യം ചെയ്യും എന്നുള്ളതായിരുന്നു അത്. അവൾ അക്കാര്യം സൂര്യയോടും പറഞ്ഞു. പക്ഷേ അതൊക്കെ സംഭവിച്ചാലും പ്രധാനമായും വേണ്ടത് സോകുലപാലത്തെ ആളുകളുടെ ഉള്ളിലെ ഭയം പോവലാണ് എന്നായിരുന്നു സൂര്യ പറഞ്ഞത്. സൂര്യ അതിനുവേണ്ടിയും ഒരു പദ്ധതിയുണ്ടാക്കി. സോകുലപാലത്തെ ജനങ്ങളിൽ ഒരാളെങ്കിലും ധൈര്യത്തോടെ മുന്നിട്ട് വരുന്നുണ്ട് എന്നവർക്ക് തോന്നിയാൽ അവരുടെ ഉള്ളിൽ ധൈര്യം നിറയും എന്ന് സൂര്യ കരുതിയിരുന്നു. അതുകൊണ്ട് തന്നെ ആരും കാണാതെ അവിടുത്തെ ഒരു ഭിത്തിയിൽ സൂര്യ പോയൊരു കാര്യം എഴുതി. വരുന്ന ശനിയാഴ്ച നമ്മളിൽ ഒരുത്തനായ ഞാൻ നമുക്കെതിരെ നടക്കുന്ന നടപടിക്രമങ്ങൾക്കെതിരെ ധൈര്യത്തോടെ ആദ്യ ചുവടെടുത്തു വെക്കും എന്നായിരുന്നു അത്. പിറ്റേന്ന് അത് കണ്ട് സോകുലപാലത്തിലെ ജനങ്ങൾ തന്നെ അതിശയിക്കുന്നുണ്ട്.
ചിന്തിക്കുന്നുണ്ട്. ആരായിരിക്കും തങ്ങൾക്കുള്ളിലെ ആ ഒരാൾ എന്നവർ തങ്ങൾക്കുള്ളിൽ തന്നെ തിരയാൻ ആരംഭിച്ചു. സൂര്യയും ചാരുവും അവരുടെ സംശയങ്ങളും ചിന്തകളും ആളിക്കത്തിക്കാനും കൂടെയുണ്ടായിരുന്നു. മറുവശത്ത് കൂർമാനന്ദിനെ കൊല്ലുന്ന പ്ലാനുമായി ദയാനന്ദ് ദേശായിക്കൊപ്പം മുമ്പോട്ട് പോയി. കൂർമാനന്ദ് ഒറ്റയ്ക്കാവുന്ന രണ്ട് സമയമാണുള്ളത്. ഒന്ന് പുലർച്ചെ അമ്പലത്തിൽ പോകുമ്പോൾ, മറ്റൊന്ന് രാത്രി പബ്ബിൽ പോകുമ്പോൾ. പബ്ബിൽ സെക്യൂരിറ്റി കൂടുതലാണ്, അതുകൊണ്ട് അമ്പലമായിരിക്കും കൊല്ലാൻ പറ്റിയിടം എന്ന തരത്തിൽ ദയാനന്ദും എസ്ഐയും കൂടി തീരുമാനിക്കുന്നു. വ്യാഴാഴ്ച പോകുന്ന അമ്പലത്തിൽ വെച്ച് കൊല്ലാനായിരുന്നു അവരുടെ പദ്ധതി. പക്ഷേ സൂര്യയ്ക്ക് അത് ശനിയാഴ്ചത്തേക്ക് നീട്ടിവെക്കണം. അതിനെന്താണ് വഴി എന്ന് സൂര്യ ആലോചിച്ചു. അപ്പോഴായിരുന്നു തന്റെ ഓഫീസിലെ ഒരു ഫംഗ്ഷനെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി ഇൻവൈറ്റ് ചെയ്യേണ്ടെന്ന ചുമതല സൂര്യക്കുള്ള കാര്യം അവൻ ആലോചിച്ചത്. അതിനുവേണ്ടി അവൻ കൂർമാനന്ദിനെ ചെന്നു കണ്ടു. ദയാനന്ദും എസ്ഐയും കൂർമാനന്ദിനെ കൊല്ലാൻ പ്ലാൻ ചെയ്ത ആ ദിവസം അദ്ദേഹത്തെ വീട്ടിൽ തന്നെ പ്രസംഗമടക്കം വായിച്ചു കേൾപ്പിക്കാൻ പിടിച്ചു നിർത്തി ദയാനന്ദിന്റെ പദ്ധതി സൂര്യ നശിപ്പിച്ചു കളഞ്ഞു. ആ ആഴ്ചയിൽ മറ്റൊരു സംസ്ഥാനത്തേക്ക് കൂർമാനന്ദിന് പോവേണ്ടതായിരുന്നു. സൂര്യ വിളിച്ച പരിപാടി വരുന്നതുകൊണ്ട് കൂർമാനന്ദ് അതിൽ നിന്നൊഴിവായി. വെള്ളിയാഴ്ചയായിരുന്നു പരിപാടി നടന്നത്. ദയാനന്ദും എസ്ഐയും അത് നോക്കിക്കണ്ടു. അടുത്ത ദിവസം ശനിയാഴ്ച രാവിലെ കൂർമാനന്ദിനെ അമ്പലത്തിൽ വെച്ച് വകവരുത്താൻ ദയാനന്ദ് വീണ്ടും തീരുമാനിച്ചു. മറുവശത്ത് ചാരുവും സൂര്യയും അന്ന് കൂർമാനന്ദിനെ സംരക്ഷിക്കാനും ദയാനന്ദ് കൂർമാനന്ദിനെ കൊല്ലാൻ പോകുമ്പോൾ കൂർമാനന്ദ് അത് കാണുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനും പദ്ധതിയിട്ടിരുന്നു. അങ്ങനെ ശനിയാഴ്ച പകലിൽ ദയാനന്ദ് കൂർമാനന്ദിനെ കൊല്ലുവാൻ തയ്യാറായിറങ്ങുമ്പോൾ ചാരു കൂർമാനന്ദിനൊപ്പമുണ്ടായിരുന്നു. ചാരു സൂര്യയ്ക്ക് മെസ്സേജ് അയച്ചു. ഇതേ സമയം സൂര്യയുടെ അച്ഛനാകട്ടെ ഡയറിയിൽ പേരെഴുതുന്ന വ്യക്തികളെ മുൻകൂട്ടി മനസ്സിലാക്കി വാൺ ചെയ്യുമായിരുന്നല്ലോ. അതിനായി സൂര്യയുടെ ഡയറി നോക്കി CI ദയാനന്ദിന്റെ പേര് കണ്ടതും അയാൾ വിറച്ചിരുന്നു. CI ആയതുകൊണ്ട് തന്നെ തന്റെ മകൻ ആപത്ത് വരുമോ എന്നൊക്കെ ഭയന്ന അയാൾ സൂര്യയുടെ കൊളീഗ് കൂടിയായ തന്റെ ഒരു ബന്ധുവിനോട് സംസാരിച്ച് സൂര്യയ്ക്ക് ഉറക്കുകുളിക കൊടുത്ത് അന്ന് മയക്കിക്കെടുത്തുകയാണ്. അന്ന് ശനിയാഴ്ച സൂര്യയ്ക്ക് ദയാനന്ദിനെ എതിരിടാൻ സാധിച്ചില്ലെങ്കിൽ സൂര്യ ദയാനന്ദിനെ പിന്നീട് വിട്ടുകളയണമല്ലോ. അതാണല്ലോ അവന്റെ നിയമം. അതായിരുന്നു സൂര്യയുടെ അച്ഛനും ചിന്തിച്ചത്. മറുവശത്ത് ചാരു ദയാനന്ദിനൊപ്പം കൂർമാനന്ദിനെ കൊല്ലുന്നതിനായി അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സൂര്യയിൽ നിന്ന് റെസ്പോൺസ് ഒന്നും കിട്ടുന്നില്ലെന്ന് കണ്ടതും സമയം വൈകിക്കുവാൻ പോയിരുന്ന കാർ ചാരു അപകടത്തിൽപ്പെടുത്തി. ഓട്ടോ പിടിച്ച് ദയാനന്ദ് അമ്പലത്തിലേക്ക് എത്തുമ്പോഴേക്കും കൂർമാനന്ദ് തൊഴുതു കഴിഞ്ഞു പോയിരുന്നു. അന്നത്തെ അവരുടെ പരിപാടി പരാജയപ്പെട്ടു. അങ്ങോട്ടേക്ക് വന്ന ചാരുവിനോട് ദയാനന്ദ് നേരെ ദേഷ്യപ്പെട്ടിരുന്നു. ഒടുവിൽ അല്പം പ്രശ്നമാണെങ്കിലും രാത്രിയിൽ പബ്ബിൽ പോയി കൂർമാനന്ദിനെ വകവരുത്താൻ ദയാനന്ദും സുധയും കൂടി തീരുമാനിക്കുന്നു. പക്ഷേ മറുവശത്ത് മറ്റൊന്ന് നടന്നിരുന്നു. രോഗിയായിരുന്ന നാരായണപ്രഭ മരണപ്പെട്ടിരുന്നു. നാരായണപ്രഭയുടെ നാട്ടിലില്ലാതിരുന്ന മൂത്തപുത്രൻ അപ്പോഴാണ് തിരിച്ചെത്തുന്നത്. സൂര്യയിൽ നിന്ന് നാരായണപ്രഭ എതിരിട്ട കാര്യങ്ങളും മൂത്തമകൻ അറിഞ്ഞിരുന്നു. രോഷം കൊണ്ട് അവൻ വിറച്ചു. സൂര്യക്കെതിരെ പ്രതികാരം ചെയ്യാൻ തുനിഞ്ഞ് അതേ ശനിയാഴ്ചയായിരുന്നു അയാളും ഇറങ്ങുന്നത്. നാരായണപ്രഭയുടെ മകൻ കാളിയുടെ ആളുകൾ സൂര്യയെ തിരക്കി സൂര്യയുടെ ഓഫീസിൽ ചെന്നു. അത് കണ്ട കൊളീഗാകട്ടെ ഭയന്ന് സൂര്യയുടെ അച്ഛന് ഫോൺ ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞു. അവർ അടുത്തത് വീട്ടിലേക്ക് വരും എന്നറിഞ്ഞ സൂര്യയുടെ അച്ഛൻ വീട്ടിൽ ആരുമില്ലാത്ത പോലെ വീട് പുറത്തുനിന്ന് പൂട്ടി ബൈക്കടക്കം പിന്നിലേക്ക് മാറ്റിവെച്ച് ഉറക്കഗുളിക കഴിച്ചു കിടക്കുന്ന സൂര്യക്കൊപ്പം ഇരുന്നു. വൈകാതെ അവർ സൂര്യയുടെ വീട്ടിലേക്ക് അന്വേഷിച്ചെത്തിയിരുന്നു. എങ്കിലും ആരെയും കാണാതെ സൂര്യ മറ്റെവിടെയാണ് ഉണ്ടാവുക എന്ന തരത്തിൽ അന്വേഷിച്ച് കാളിയും പ്രധാന നേതാവും കുറെ ഗുണ്ടകളെ അവിടെ നിർത്തി അവിടെ നിന്ന് പോന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അങ്ങോട്ടേക്ക് ഗർഭിണിയായിരുന്ന സൂര്യയുടെ സഹോദരി വന്നെത്തുന്നത്. ആ സമയം അവിടെ നിന്ന് മാറി കടയിൽ നിൽക്കുകയായിരുന്ന കാളിയുടെ ഗുണ്ടകൾ അത് കാണുന്നുണ്ടായിരുന്നു. വീട് പൂട്ടിക്കിടക്കുന്ന കണ്ട് ഭദ്ര അച്ഛനെ വിളിച്ചതും അച്ഛൻ ഫോൺ എടുത്തു. മകൾ വീടിന് മുമ്പിലുണ്ടെന്നറിഞ്ഞ് അയാൾ ഭയന്നിരുന്നു. എങ്കിലും ഗുണ്ടകളൊന്നും ഇല്ലെന്നറിഞ്ഞതും മകളെ വീടിന്റെ പിന്നിലേക്ക് വിളിച്ച് പിൻവാതിൽ വഴി മകളെ അയാൾ അകത്ത് കയറ്റി. പിന്നീട് പ്രശ്നങ്ങളെപ്പറ്റി സംസാരിച്ചു. മകൾ ഗർഭിണിയായി അത്രയധികം മാസങ്ങൾ പിന്നിട്ടിട്ടും തന്നെയോ സൂര്യയെയോ വിവരമറിയിക്കാത്തതിൽ അച്ഛന് ദേഷ്യമുണ്ടായിരുന്നു. പക്ഷെ ഭദ്ര പറഞ്ഞു, ഈ അവസ്ഥയിലാണെങ്കിൽ ഞാനെന്തിനാ ഇങ്ങോട്ട് വരുന്നത്, അതുകൊണ്ടാ പറയാതിരുന്നത്. പക്ഷേ അപ്പോഴേക്കും ഭദ്ര പോയിട്ട് കുറെ നേരമായും പുറത്തേക്ക് വരാത്തത് കണ്ട് ഗുണ്ടകൾ വന്ന് ജനൽ തകർത്ത് നോക്കിയിരുന്നു. വീടിനുള്ളിൽ അവരുള്ള കാര്യം ഗുണ്ടകൾ മനസ്സിലാക്കി. പിന്നെ പറയണ്ടല്ലോ, വാതിലടക്കം തകർത്ത് ഗുണ്ടകൾ അച്ഛനെയും ഭദ്രയെയും സൂര്യയെയും ആക്രമിക്കാൻ ചെന്നു. പക്ഷേ പെട്ടെന്ന് അമ്മ വിളിക്കുന്ന പോലെ തോന്നി സൂര്യ മയക്കത്തിൽ നിന്നുണരുകയാണ്. ഗർഭിണിയായ തന്റെ സഹോദരിയെ ഞെട്ടലോടെ സൂര്യ നോക്കിക്കണ്ടു. സൂര്യ തന്നെ മുഴുവൻ ഗുണ്ടകളെയും അടിച്ചൊതുക്കി. ഇതിനിടയിൽ അവശതയിലായിരുന്ന സൂര്യയുടെ സഹോദരിയെ അച്ഛന്റെ സഹായത്തോടെ സൂര്യ ആശുപത്രിയിലേക്കും പറഞ്ഞുവിടുന്നുണ്ട്. മറുവശത്ത് സുധയുടെ സഹായത്തോടെ ദയാനന്ദ് പബ്ബിലേക്ക് കയറി കൂർമാനന്ദിനെ കൊല്ലാൻ തയ്യാറെടുക്കുകയായിരുന്നു. ദയാനന്ദ് അങ്ങോട്ടേക്ക് എത്തുന്നത് സോകുല പാലത്തിലുള്ള അവിടെ ജോലി നോക്കുന്ന ഒരു വ്യക്തിയും നോക്കിക്കാണുന്നുണ്ട്. സമയം 12 അടുക്കാറായിരുന്നു. ചാരുവിന്റെ മെസ്സേജ് കണ്ടിരുന്ന സൂര്യയാകട്ടെ ഉടനടി
പബ്ബിലേക്ക് വെച്ചുപിടിച്ചു. വൈകാതെ പബ്ബിലുമെത്തി. മാസ്ക് പോലെ തുണി മുഖത്ത് കെട്ടിക്കൊണ്ട് കൂർമാനന്ദനെ കൊല്ലാൻ വേണ്ടി തോക്ക് ചൂണ്ടി നിന്ന ദയാനന്ദിനെ തടയുവാൻ സൂര്യ മുമ്പിൽ വന്നു നിന്നു. ദയാനന്ദിനെ ഇടിക്കുവാൻ സൂര്യ കയ്യോങ്ങിയെങ്കിലും അപ്പോഴാണ് ക്ലോക്കിൽ 12 സൂര്യ കാണുന്നത്. അതോടെ അവൻ ദയാനന്ദിന്റെ മുമ്പിൽ നിന്ന് മാറി ദയാനന്ദിനെ ഉപദ്രവിക്കാതെ നിന്നു. സൂര്യ അവിടെ നിന്ന് മാറിപ്പോന്നു. ദയാനന്ദ് വീണ്ടും ഇവനേത ഈ പൊട്ടൻ എന്ന മട്ടിൽ കൂർമാനന്ദനെ കൊല്ലുവാൻ തയ്യാറെടുത്തു. അപ്പോഴാണ് അവിടെ ജോലി ചെയ്യുന്ന പഴയ ഫായിസിനെ സൂര്യ നോക്കിക്കാണുന്നത്. 10 മിനിറ്റ് ക്ലോക്ക് എപ്പോഴും മുമ്പോട്ടാക്കി വെക്കുന്ന ഫായിസ് 12 മണി ആയിട്ടില്ലെന്ന് കണ്ടതും കൂർമാനന്ദിനെ വെടിവെക്കാൻ തുനിഞ്ഞ ദയാനന്ദിനെ ഇടിച്ചുകൊണ്ട് സൂര്യ എതിരിടുകയാണ്. ദയാനന്ദും സൂര്യയും തോക്കുമായി നിൽക്കുന്നതും പിടിവലി നടത്തുന്നതും കൂർമാനന്ദും കണ്ടിരുന്നു. കൂർമാനന്ദ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോന്നു. സൂര്യ അന്ന് ദയാനന്ദിനെ കണക്കിന് പെരുമാറി. ദയാനന്ദിന്റെ മുഖത്ത് വലിയ മുറിവും വന്നു. അവിടെ ജോലി നോക്കുന്ന സോകുലപാലത്തുള്ള വ്യക്തി ഇതൊക്കെ നോക്കിക്കാണുകയും ചെയ്തിരുന്നു. മാസ്ക് ധരിച്ചിരുന്നതുകൊണ്ട് ആരാണ് തന്നെ ഇടിക്കുന്നത് എന്ന് ദയാനന്ദിനോ അതാരാണെന്ന് സോകുലപാലത്തെ വ്യക്തിക്കോ മനസ്സിലായിരുന്നുമില്ല. സൂര്യ അവിടെ നിന്നും ആശുപത്രിയിലുള്ള സഹോദരിക്ക് അടുത്തേക്ക് ചെന്നു. സഹോദരി ദേഷ്യത്തിലായിരുന്നു. ഇനിയെങ്കിലും ഇവന്റെ ഈ ശനിയാഴ്ച ഇടിയും കൂത്തും നിർത്തിയില്ലെങ്കിൽ നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമുണ്ടാവില്ല, ഞാൻ വീട്ടിലേക്കും വരില്ല എന്ന് സഹോദരി പറഞ്ഞു. എനിക്ക് പിറക്കാൻ പോകുന്ന കുട്ടി അമ്മയുടെ പുനർജന്മമാണെന്നല്ലേ ഇവൻ പറയാറ്, അമ്മയ്ക്ക് വേണ്ടിയെങ്കിലും അവനോടിത് ചെയ്യുമോ എന്ന് ചോദിക്കാൻ വേണ്ടി സഹോദരി അച്ഛനടുക്കൽ പറഞ്ഞു. തന്റെ കുടുംബത്തിനു വേണ്ടി ശനിയാഴ്ചകളിൽ താൻ ഇനി ഒരു ഫൈറ്റും ചെയ്യില്ല എന്ന് സൂര്യ ആ സമയം സത്യം ചെയ്യുകയാണ്. തിരിച്ചെത്തിയ സൂര്യ വീട്ടിൽ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോവാൻ തുടങ്ങി. മറുവശത്ത് സോകുല പാലത്താകട്ടെ ദയാനന്ദിന് അടിയേറ്റ കാര്യം വലിയ വാർത്ത തന്നെയായിരുന്നു. തങ്ങൾക്കിടയിൽ ആരാണ് ദയാനന്ദിനെ തല്ലിയത്, ആരാണ് അവരുടെ മതിലിൽ അത് എഴുതി വെച്ചത് എന്ന തരത്തിലുള്ള സംശയം നിറഞ്ഞു. സൂര്യ തന്നെ പണ്ട് പ്രശ്നമുണ്ടാക്കിയ ഭദ്രയുടെ അമ്മായപ്പനും വീട്ടുകാരുമായി പ്രശ്നം സോൾവ് ചെയ്യുകയും അവരെ ഭദ്രയ്ക്കടുത്തേക്ക് കൊണ്ടുവരികയും ചെയ്തു. ഇതിനിടയിലാണ് നാരായണ പ്രഭുവിന്റെ മരണാനന്തര ചടങ്ങിന്റെ ഒരു പോസ്റ്റർ സൂര്യ കാണുന്നത്. അവിടെ നേരിട്ട് പോയി കാളിയുടെ മകൻ, അതായത് നാരായണ പ്രഭുവിന്റെ പേരക്കുട്ടിയായ തന്റെ കൂട്ടുകാരനുമായി സംസാരിക്കുകയും നാരായണ പ്രഭുവിന് ആദരാഞ്ജലി അർപ്പിച്ച് ആ പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിക്കുകയും ചെയ്തു. പക്ഷേ ഈ കാലയളവിൽ സൂര്യയും ചാരുവും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒന്ന് നടന്നു. ആ ആക്രമണ വേളയിൽ സൂര്യയെയും ദയാനന്ദിനെയും ഒന്നിച്ചു കണ്ടിരുന്ന കൂർമാനന്ദ് കാര്യങ്ങൾ തെറ്റിദ്ധരിച്ചിരുന്നു. സൂര്യ തന്നെ കൊല്ലാൻ വന്നതായും ദയാനന്ദ് തന്നെ രക്ഷിച്ചതുമായിട്ടുമായിരുന്നു കൂർമാനന്ദ് മനസ്സിലാക്കിയത്. ചേട്ടൻ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എന്ന അവസരം ദയാനന്ദ് മുതലെടുത്തു. ചേട്ടനോട് തനിക്ക് വലിയ സ്നേഹമാണെന്നും അതുകൊണ്ടാ ചേട്ടനെ രക്ഷപ്പെടുത്തിയത് എന്ന തരത്തിലും ദയാനന്ദ് പറഞ്ഞതോടെ ഇത്രനാളും താൻ തന്റെ അനിയന്റെ സ്നേഹം തിരിച്ചറിഞ്ഞില്ലല്ലോ എന്ന തരത്തിലായി കൂർമാനന്ദ്. തലവും എല്ലാം തന്നെ അനിയൻ എടുത്തോ എന്ന മട്ടിലേക്കും കൂർമാനന്ദ് എത്തിച്ചേർന്നു. കൂർമാനന്ദ് ആകെ ആവശ്യപ്പെട്ടത് തന്നെ കൊല്ലാൻ നോക്കിയ വ്യക്തിയെ കണ്ടെത്തണം എന്ന തരത്തിലേക്കുമായിരുന്നു. ദയാനന്ദിനും തന്നെ ഇടിച്ച് മുഖത്ത് പരിക്കേൽപ്പിച്ച വ്യക്തിയെ മുമ്പിൽ കിട്ടണമായിരുന്നു. ഈ വിവരങ്ങൾ ചാരുമുഖേന സൂര്യയും അറിയുന്നുണ്ട്. സൂര്യ ഒരു കളി കളിച്ചു. തന്നെയും അജ്ഞാതനായ ശനിയാഴ്ച ഇടിക്കുന്നൊരു വ്യക്തി ഇടിച്ചുവെന്ന തരത്തിൽ ദയാനന്ദിന്റെ മുമ്പിലെത്തി കംപ്ലൈന്റ് ഫയൽ ചെയ്തു. സൂര്യയെ ദയാനന്ദ് ആദ്യം സംശയിച്ചെങ്കിലും അതിൽ നിന്നൊക്കെ വിദഗ്ധമായി സൂര്യ രക്ഷപ്പെട്ടു. പിന്നാലെ സൂര്യയെ വെച്ച് ഇടിച്ച വ്യക്തി ആരാണ് എന്ന തരത്തിൽ ദയാനന്ദ് തിരിച്ചറിയൽ പരേഡൊക്കെ നടത്താൻ തുടങ്ങി. പക്ഷേ ആളെ കണ്ടുകിട്ടുന്നുണ്ടായിരുന്നില്ല. ഇതിനിടയിൽ ഒരു ഘട്ടത്തിൽ സോകുലപാലത്തെ ഭിത്തിയിൽ സൂര്യ എഴുതിയിരുന്ന ആ വാക്കുകൾ SI മുഖേന ദയാനന്ദിന്റെ അടുത്തെത്തി. സോകുലപാലത്തിലുള്ള വ്യക്തിയായിരിക്കും തന്നെ ഇടിച്ചത് എന്ന് ദയാനന്ദ് അങ്ങ് ഉറപ്പിക്കുകയാണ്. കൂർമാനന്ദിനെയും അത് പറഞ്ഞ് വിശ്വസിപ്പിച്ച് കൂർമാനന്ദിന്റെ ഗുണ്ടകളും പോലീസുകാരുമായും സോകുലപാലത്തിലേക്ക് എത്തിയ ദയാനന്ദ് അവിടെയുള്ളവരെ കൂട്ടമായി മർദ്ദിച്ചു. സൂര്യയെ കൊണ്ട് അവരിൽ ആരാണ് എന്ന് തിരിച്ചറിഞ്ഞ് പറയാൻ പറഞ്ഞു. അവരിൽ ആരുമല്ലെന്നായിരുന്നു സൂര്യ പറഞ്ഞത്. അവർ അന്വേഷിക്കുന്നയാൾ അവിടെ ഇല്ലെന്ന് കണ്ടതും സോകുലപാലത്തിൽ നിന്ന് ജോലിക്കായി പോയിരിക്കുന്നവരെ ഉടനടി വിളിച്ചു വരുത്തണം എന്നവിടുത്തെ ആളുകളോട് ദയാനന്ദ് കർശനമായി പറഞ്ഞു. അന്ന് വീട്ടിലെത്തിയ സൂര്യ അച്ഛനുമായി സംസാരിച്ചു. താൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. നിന്റെ അമ്മയുടെ ദേഷ്യവും നിന്നെപ്പോലെ തന്നായിരുന്നെന്നും നിന്റെ അമ്മായിയെ സോകുലപാലത്തെ ജനങ്ങൾക്ക് നീ ധൈര്യം കൊടുക്കാൻ നോക്കുന്ന പോലെ ധൈര്യം കൊടുത്താണ് അവൾ ഇവിടെ നിന്ന് പറഞ്ഞയച്ചത് എന്നും അച്ഛൻ വ്യക്തമാക്കി. കൂട്ടത്തിൽ കുറെ നാളുകളായി സൂര്യ അന്വേഷിച്ചുകൊണ്ടിരുന്ന അമ്മയുടെ അവസാന വാക്കുകളോടെ തനിക്ക് തോന്നിയ ഒരു വെർഷനും അച്ഛൻ പറഞ്ഞു. യഥാർത്ഥ ദേഷ്യമെന്ന് പറയുന്നത് 4 ആള് ഭയപ്പെടുന്നതല്ല, നിന്റെ ദേഷ്യം കണ്ട് 4 ആൾക്ക് ധൈര്യം പകരുന്നതാണ്. പിറ്റേന്ന് തന്നെ ചാരുവിനൊപ്പം സൂര്യ സോകുലപാലത്തെത്തി. അവർക്കുള്ളിൽ ധൈര്യം വളർത്തുവാൻ ശ്രമിച്ചു. ദയ അവരുടെ ആളെയാണ് പിടിച്ചു നൽകാൻ പറഞ്ഞിരിക്കുന്നത്, അയാളെ പിടിച്ചുകൊടുത്താൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ടാവില്ലല്ലോ എന്ന തരത്തിലൊക്കെ അവൻ സംസാരിച്ചു. പക്ഷെ അവർക്കുള്ളിൽ വരുന്ന ചെറിയ മാറ്റങ്ങളും ധൈര്യത്തിന്റെ അലയൊലികളും സൂര്യയ്ക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. പക്ഷേ അടുത്ത ദിവസം ഒന്ന് സംഭവിച്ചു. നമ്മൾ പബ്ബിലുണ്ടാവും എന്ന കാര്യം ഈ ശനിയാഴ്ചക്കാരൻ എങ്ങനെ അറിഞ്ഞു എന്ന സംശയം ദേവാനന്ദിന് വന്നു. ദേവാനന്ദ് അതിനെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങി.
തുടങ്ങിയതും സംശയം ചാരുവിലേക്ക് എത്തിച്ചേരുകയും ചാരുവിൽ നിന്ന് അത് സൂര്യയിൽ എത്തി നിൽക്കുകയും ചെയ്തു. അതോടെ ശനിയാഴ്ചക്കാരൻ സൂര്യയാണെന്ന് കൃത്യമായി ദയാനന്ദ് മനസ്സിലാക്കി. അന്ന് ശനിയാഴ്ച രാത്രിയായിരുന്നു. അന്ന് തന്നെ മറ്റൊന്നുകൂടി സംഭവിച്ചു. പബ്ബിലെ CCTV ദൃശ്യങ്ങൾ കൂർമാനന്ദിന് ലഭിച്ചിരുന്നു. ദയാനന്ദ് അന്ന് തന്നെ കൊല്ലാനായിരുന്നു വന്നത് എന്ന് കൂർമാനന്ദും അറിഞ്ഞു. കൂർമാനന്ദ് ദയാനന്ദിനെ അത് ചോദ്യം ചെയ്ത് ദയാനന്ദിനെതിരെ തോക്ക് ചൂണ്ടി. പക്ഷേ ദയാനന്ദ് കൂർമാനന്ദിനെ കൊലപ്പെടുത്തി. മറ്റുള്ളവർ ഓടി വന്നപ്പോഴേക്കും ദയാനന്ദിനെ കൊന്നത് ശനിയാഴ്ചക്കാരൻ സൂര്യയാണ് എന്ന തരത്തിൽ അവന്റെ തലയിലേക്ക് ആ കുറ്റം ദയാനന്ദ് ആരോപിച്ചു. SIയുടെയും ദയാനന്ദിന്റെയും പ്രകടനത്തിൽ കൂർമാനന്ദിന്റെ ആളുകളും ബിനാമിയും പ്രധാന കയ്യാളുമായ ഗോവർദ്ധനും അത് വിശ്വസിച്ചിരുന്നു. അധികം വൈകാതെ ദയാനന്ദ് ചാരുവിന്റെ വീട്ടിലെത്തി ചാരുവിനെ ആക്രമിച്ചു. ചാരുവിന്റെ അമ്മയെയും പിന്നാലെ സൂര്യയെ വിളിച്ച് സൂര്യയെ ആരാണെന്ന് താൻ മനസ്സിലാക്കി അവനോട് പറഞ്ഞ പോലെ തന്നെ അടിച്ച വ്യക്തിയുടെ ഫാമിലിയെ താൻ ഇല്ലായ്മ ചെയ്യും എന്ന തരത്തിൽ ഭീഷണിപ്പെടുത്തിയ ദയാനന്ദ് അവനോട് സോകുലപാലത്തേക്ക് വരാൻ പറഞ്ഞു. സൂര്യ അപ്പോൾ തന്റെ സഹോദരിയുടെ അടുത്ത ആശുപത്രിയിലായിരുന്നു. സൂര്യ അവിടെ നിന്ന് സോകുലപാലത്തേക്ക് പുറപ്പെടാൻ ഒരുങ്ങിയപ്പോൾ ചേച്ചി അവന്റെ കൈ പിടിച്ചു. എന്തോ അവനോട് പറയുകയും ചെയ്തു. സൂര്യ അവിടെ നിന്ന് നേരെ ചാരുവിന്റെ വീട്ടിലെത്തി. അപ്പോഴാണ് ചാരുവിന്റെ അമ്മയെ സൂര്യ ആദ്യമായി കാണുന്നത്. ആ നിമിഷത്തിൽ ചാരു തന്റെ പഴയ കല്ലുവാണ് എന്ന് സൂര്യ തിരിച്ചറിഞ്ഞു. ഉടനടി സൂര്യ അവിടെ നിന്ന് സോകുലപാലത്തേക്ക് പോവുകയാണ്. തലയ്ക്കടിയേറ്റ് ചോര വാർന്ന നിലയിൽ ചാരു താഴെ കിടക്കുന്നുണ്ടായിരുന്നു. അവിടുത്തെ ജനങ്ങളൊക്കെ ഭയന്ന് വാതിലടച്ച് വീട്ടിലിരിക്കുകയുമായിരുന്നു. അങ്ങോട്ടേക്ക് എത്തിയ സൂര്യയെ ദയാനന്ദ് നല്ല ഇടിയിടിച്ചു. ശേഷം ഒരു കാര്യം പറഞ്ഞു. ഇവിടുത്തെ ജനങ്ങൾക്ക് ധൈര്യം വരാനാണല്ലോ നീ ഇതൊക്കെ ചെയ്തത്. ഒരാളെങ്കിലും ധൈര്യത്തോടെ മുമ്പോട്ട് വന്നാൽ ചാരുവിനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ഞാൻ നിന്നെ അനുവദിക്കാം. പക്ഷേ ആരും തന്നെ ഭയന്ന് പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല. ഞാനിപ്പോ അവരുടെ ഭയം എന്താണെന്ന് കാണിച്ചു തരാം എന്ന് പറഞ്ഞ ദയാനന്ദ് പിന്നാലെ അവിടുത്തെ ജനങ്ങളോടൊക്കെ പുറത്തേക്ക് വരാൻ പറഞ്ഞു. ഭയന്ന് വിറച്ച് അവരൊക്കെ അങ്ങോട്ടേക്ക് കടന്നു വന്നു. പിന്നാലെ സൂര്യയാണ് ശനിയാഴ്ചക്കാരൻ എന്ന കാര്യം ദയാനന്ദ് ആ ജനങ്ങളോട് വിളിച്ചു പറയുകയാണ്. ആ ജനങ്ങളൊക്കെ ഭയന്ന് സൂര്യയുടെ വാക്കുകേട്ട് മുട്ടുകുത്തി നിൽക്കുകയായിരുന്നു. സൂര്യയാണ് ശനിയാഴ്ചക്കാരൻ, തങ്ങൾക്ക് വേണ്ടി ദയാനന്ദിനെ അടിച്ചത് എന്ന് കേട്ടി അവർ ഞെട്ടലോടെയൊന്ന് നോക്കുന്നുണ്ട്. ദയാനന്ദ് വീണ്ടും സൂര്യയെ ക്രൂരമായി മർദ്ദിച്ചു. ഒടുവിൽ സൂര്യയെ അടിച്ചു കൊല്ലാനായി തയ്യാറെടുക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഓട്ടോയിൽ സൂര്യയുടെ അച്ഛൻ വരുന്നത്. ദയാനന്ദ് ഒരു നിമിഷം നിന്നു. ഒരു ബെഞ്ച് കൊണ്ടുവന്നിട്ട് സൂര്യയുടെ അച്ഛൻ അവിടെ വിളിച്ചിരുത്തി ദയാനന്ദിനോട് സംസാരിക്കാൻ തുടങ്ങി. ആദ്യമേ തൊട്ടുള്ള സൂര്യയെ പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞു. സൂര്യ ആദ്യം ദയാനന്ദിനെ ഇടിക്കാൻ പുറപ്പെട്ടപ്പോൾ രക്ഷപ്പെടുത്തിയത് ചാരുവാണെന്നും രണ്ടാമത് ആക്രമിക്കാൻ വേണ്ടി പോയപ്പോ ഞാനാണ് ഭയന്ന് ഉറക്കഗുളിക കൊടുത്ത് അവനെ കിടത്തിയതെന്നും നിലവിലിപ്പോ മൂന്നാമത് നിന്നെ ആക്രമിക്കേണ്ട അവസ്ഥ വന്നപ്പോ അന്ന് രക്ഷപ്പെടുത്തിയത് ഈ സോകുലപാലത്തെ ജനങ്ങളാണ്. അതുകൊണ്ട് ഇവരോടൊക്കെ ദയാനന്ദിന് കടപ്പാടുണ്ട്. ദയാനന്ദിന്റെ ഈ വെറിയൊക്കെ മാറ്റി ഒന്ന് പുനരാലോചിക്കുവാനും തന്റെ മകൻ ദയാനന്ദ് വിചാരിക്കുന്ന പോലെ തന്റെ മകൻ അത്രയ്ക്ക് ചെറിയൊരാളല്ലെന്നും അവന്റെ സഹോദരിക്ക് കൊടുത്ത വാക്കുകൊണ്ടും ഇവിടുത്തെ ജനങ്ങൾക്ക് ധൈര്യം വരാൻ വേണ്ടിയുമാ അവനെ തല്ലൊക്കെ കൊള്ളുന്നതെന്നും അവന് വിട്ടേക്കാനും അവന്റെ അച്ഛൻ ദയാനന്ദിനോട് പറഞ്ഞു. കൂട്ടത്തിൽ ഒരു കാര്യവും അന്ന് ആശുപത്രിയിൽ നിന്ന് അവൻ പോരുന്നതിനു മുമ്പ് അവന്റെ സഹോദരി അവന്റെ ദേഷ്യം അന്ന് പ്രകടിപ്പിക്കാൻ അനുവാദം നൽകിയിരുന്നു. ഇവിടെ ഈ കൂടിയിരിക്കുന്ന ജനങ്ങളിൽ ആരെങ്കിലും ഒരാൾ ധൈര്യത്തോടെ മുമ്പിട്ട് വന്നാൽ അവന്റെ യഥാർത്ഥ മുഖം ദയാനന്ദ് കാണും. അച്ഛൻ അത് പറഞ്ഞു കേട്ടതും ദയാനന്ദിന് ദേഷ്യം വന്നു. ഇവരിൽ ഒരാൾ ധൈര്യം കാണിക്കാനോ പാടാണല്ലോ, എങ്കി ഒന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞ് അവിടുത്തെ ഒരു പെൺകുട്ടിയെ വലിച്ചഴിച്ചു കൊണ്ടുവന്ന് അവളെ ചവിട്ടുവാൻ ദയാനന്ദ് കാലോങ്ങി. സൂര്യയായിരുന്നു തടഞ്ഞു പിടിച്ചത്. വീണ്ടും കാലോങ്ങിയപ്പോൾ സൂര്യ തടഞ്ഞു. ദയാനന്ദിന്റെ ഈ പ്രവർത്തനവും പറച്ചിലും ഒക്കെ കേട്ട് സഹികെട്ടിരുന്ന അവിടുത്തെ ജനങ്ങളിലൊരാൾ ദയാനന്ദിനെതിരെ പ്രതികരിച്ചു മുന്നിട്ട് വന്നു. പിന്നെ പറയണ്ടല്ലോ, അവിടെ നടന്നത് ശക്തമായൊരു ഫൈറ്റായിരുന്നു. സൂര്യയും അവിടുത്തെ ജനങ്ങളും മുഴുവൻ ചേർന്ന് ദയാനന്ദിനെയും ഗുണ്ടകളെയും ഒക്കെ ഇടിച്ചിട്ടു. ചാരുവിനെ അച്ഛൻ തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി. ദയാനന്ദും ഗുണ്ടകളും താഴെ വീണിരുന്നു. സോകുലപാലത്തെ ജനങ്ങൾ ഇനി ധൈര്യത്തോടെ പ്രതികരിക്കും എന്ന് സൂര്യ തിരിച്ചറിഞ്ഞു. ആ സമയമായിരുന്നു ഗോവർദ്ധനും സംഘവും അങ്ങോട്ടേക്ക് വന്നെത്തുന്നത്. CCTV ദൃശ്യങ്ങൾ കിട്ടിയിരുന്ന ഗോവർദ്ധൻ പബ്ബിൽ വെച്ച് കൂർമാനന്ദിനെ കൊല്ലാൻ നോക്കിയതും വീട്ടിൽ വെച്ച് കൊലപ്പെടുത്തിയതും ദയാനന്ദാണെന്ന് മനസ്സിലാക്കിയിരുന്നു. ഗോവർദ്ധൻ അതോടെ ദയാനന്ദിനെയും SI സുധയെയും വകവരുത്തുകയാണ്. അതോടെ ആ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചു. സൂര്യയും ചാരുവും പ്രണയത്തിലായി. ഭദ്രയ്ക്ക് ഒരു കുട്ടി പിറന്നു. പെൺകുട്ടി തന്റെ അമ്മയുടെ പുനർജന്മമാണത് എന്ന് സൂര്യ വിശ്വസിച്ചിരുന്നു. സന്തോഷത്തോടെ അവന്റെ ജീവിതം മുമ്പോട്ട് പോകുന്നിടത്ത് ചലച്ചിത്രം അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.